ഇവിടെ എന്താ വെച്ചാൽ ഈ സൂതൻ ഭാഗവതം തുടങ്ങാൻ പുറപ്പെടുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര സ്ഥാനമായ സത്യസ്വരൂപത്തെ നമസ്കരിച്ചിട്ടാണ് തുടങ്ങിയത്. തുടങ്ങുമ്പം പറയും സത്യം പരം ധീമഹി. ഇതാണ് ഭാഗവതത്തിൻ്റെ പ്രതിജ്ഞാവാക്യം. അതായത് പരമസത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുകയാണ്, ഞങ്ങൾ അതിനെയാണ് നിരന്തരം ഇങ്ങനെ വിചാരം ചെയ്യുന്നത്, ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതായത് വേദവ്യാസാദികളായ മഹർഷീശ്വരന്മാര് അവര് ഈ സത്യസ്വരൂപനായ ഭഗവാനെയാണ് ധ്യാനിക്കുന്നത്. ആ സത്യസ്വരൂപത്തെ ധ്യാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ മഹിമയിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് ലോകരെ സജ്ജനങ്ങളെ നിങ്ങളും ഈ സത്യസ്വരൂപത്തെ ധ്യാനിക്കൂ, അങ്ങനെ നന്മയിലേക്ക് പ്രവേശിക്കൂ എന്നുള്ള ഭാഷ പറഞ്ഞിട്ടാണ് ഭാഗവതത്തിൻ്റെ തുടക്കം. അപ്പം ഈ സത്യസ്വരൂപത്തെ ധ്യാനിച്ചുറപ്പിക്കണം എന്നുള്ളതായ സിദ്ധാന്തം പറഞ്ഞു വെച്ചതിൻ്റെ ശേഷം ഈ സത്യസ്വരൂപനായ ഭഗവാന്റെ ഭാവത്തിലേക്ക്, ഇപ്പോൾ ഇവിടെ ഈ സത്യസ്വരൂപൻ എന്നൊക്കെ ഭഗവാനെ കുറിച്ച് പറയുമ്പം ഭഗവാൻ ഒരു രൂപം, ഒരു ഭാവം, ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ ഒരു നിറം, അല്ലെങ്കിൽ ഒരു ആകൃതി, പ്രകൃതി ഇതൊന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് പറയുമ്പം അനിർവചനീയമായ രീതിയിൽ എന്നാലോ കുറേശ്ശെ വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാനുള്ളൊരു ബദ്ധപ്പാട് ഇതൊക്കെയാണ് ഇവിടെ കണ്ടത്. അതായത് ഏതിനെയും നമുക്ക് നാവുകൊണ്ടോ വാക്കുകൊണ്ടോ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും, പക്ഷേ ഭഗവാന്റെ മഹിമ മാത്രം അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ വാചാം അഗോചരം എന്ന് പറയും. വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ ചിന്തയോണ്ട് സാധിക്കുമോ? അതുമില്ല. എന്നാൽ പിന്നെ വേറെ എങ്ങനെയെങ്കിലും ഇന്ദ്രിയം പറ്റില്ല. അപ്പം അതുകൊണ്ട് അവിടെ പറഞ്ഞത് ജന്മാദ്യസ്യ യഥാ അസ്യ പ്രപഞ്ചസ്യ ജന്മസ്ഥിതി ലയാദയ. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദി ഭാവപ്രകാരങ്ങൾ യഥാ ഏതൊരു മഹിമയെന്നാണോ ഉണ്ടായി നിലനിന്ന് ഒടുക്കം ചെന്ന് ചേരുന്നത്, ആ മഹിമയുള്ളതായ സത്യസ്വരൂപത്തെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത്. മാത്രമല്ല സകല ചരാചരങ്ങളുടെയും അകത്ത് ജ്ഞാനസ്വരൂപമായിട്ട് അങ്ങനെ പ്രകാശിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞത് അർത്ഥേഷു അഭിജ്ഞ. അർത്ഥേഷു എന്ന് പറഞ്ഞാൽ ഭൂതേഷു, അഭിജ്ഞ എന്ന് പറഞ്ഞാൽ പ്രത്യേകാത്മസ്വരൂപേണ പ്രകാശിക്കണം. എങ്ങനെ? സ്വരാട്ട്. സ്വരാട്ട് പറഞ്ഞാൽ സ്വയം രാജത്തെ ഭാസത്തെ പ്രകാശത്തെ ഇതിനാണ്. സ്വയം പ്രകാശിക്കുന്ന സമ്പ്രദായത്തിൽ ലോകത്തിൽ നമ്മൾക്ക് ഏതു വസ്തു നമ്മുടെ കണ്ണിന് പ്രകാശിച്ചു കിട്ടണമെങ്കിലും അതിന് വേറൊരു പ്രകാശം ആവശ്യമാണ്. ഒന്നുകിൽ സൂര്യൻ, അല്ലെങ്കിൽ ചന്ദ്രൻ, അല്ലെങ്കിൽ അഗ്നി. ഈ മൂന്ന് തരത്തിൽ ഏതെങ്കിലും ഒരു പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പ്രകാശിക്കുന്നത്. ഇതങ്ങനെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വരാട്ടാണ്, സ്വയം പ്രകാശിച്ച് ലോകത്തെ പ്രകാശിപ്പിക്കുന്നതായ ഭഗവാന്റെ മഹിമ അതാണ്. എന്നിട്ട് എന്തുണ്ടായി വെച്ചാൽ ആ ഭഗവാന്റെ പ്രത്യേക വശം പറയുകയാണ്. തേനേ ബ്രഹ്മ ഹൃദയ ആദികവയെ. ആദികവയെ, ആദികവിക്ക് ബ്രഹ്മാവിന് വേദം, അതായത് ആ ബ്രഹ്മത്തെ, ബ്രഹ്മച്ച വേദം, വേദത്തെ ഹൃദയതേനെ, ഹൃദയം കൊണ്ട് ഉപദേശിച്ചു കൊടുത്തത് ഈ സത്യസ്വരൂപനായ ഭഗവാനാണ്. അതുകൊണ്ട് എന്തതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഇതിനെയൊക്കെ വിശേഷമായിട്ട് സത്യസ്വരൂപനായ ഭഗവാനെ കുറിച്ച് ധാരാളം ഋഷീശ്വരന്മാര് വേദവാക്യങ്ങളെ കൊണ്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ചാലും ആ സത്യസ്വരൂപത്തിന്റെ പ്രത്യേകത പറയുമ്പം പറയും, എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും വിസ്തരിച്ചാലും ബോധ്യപ്പെടുത്തിയാലും അതിന്റെ വിശേഷം പറയുമ്പം പറയും മുഹ്യന്തി യത് സൂരയ. സൂരയ അഭി, വിദ്വാൻമാരായവർ പോലും, സാധാരണക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, മഹാവിദ്വാൻമാരായിട്ടുള്ള കൂട്ടര് പോലും ഈ ഈശ്വര വിഷയത്തിൽ ഇത്രയൊക്കെ കേട്ടിട്ടും ധരിച്ചിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അവരുടെ കഥ പോലും മുഹ്യന്തി ആണ്. മുഹ്യന്തി വെച്ചാൽ അവർക്ക് അപ്പോഴും അതിലെന്താണ് ചില അന്തല്യായ അപ്പോഴും ഉണ്ട്. ധന്യാണോ എന്നൊരു തോന്നൽ ഉണ്ടാവും. അങ്ങനെ വിദ്വാൻമാര് പോലും ഈ ഈശ്വര മഹിമയുടെ പ്രഭാവത്തിൽ ഈ വിധത്തിൽ ഇങ്ങനെ അന്തല്യാത്ത മട്ടാണ് കാണിക്കുന്നത് എങ്കിൽ സാധാരണക്കാരായ കൂട്ടരുടെ കാര്യം എന്ത് പറയാനാണ്? അപ്പൊ അതുകൊണ്ട് നല്ലോണം ഈ മഹിമയിലേക്ക് ശ്രദ്ധ വെക്കേണ്ടതാണ് എന്ന് കാണിക്കാനാണ് മുഹ്യന്തി യത് സൂരയ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ബോധ്യാവാത്തവർക്ക് പ്രത്യക്ഷമായിട്ട് ബോധ്യാവാൻ ഒരു വശം പറഞ്ഞു കൊടുത്തു. അതെങ്ങനെയാ വെച്ചാൽ ഈ പ്രപഞ്ചം തേജോ വാരി മൃദം യഥാ വിനിമയ. അതായത് മിഥ്യാ സ്വരൂപമാണ് പ്രപഞ്ചം. ആ മിഥ്യാപ്രപഞ്ചത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ തേജോ വാരി മൃദം വിനിമയോ. അതായത് വെള്ളത്തിലെ സ്ഫടികമാണെന്ന് തോന്നും, സ്ഫടികത്തിൽ വെള്ളമാണെന്ന് തോന്നും. അപ്പം അങ്ങനെ അങ്ങടും ഇങ്ങടും ഈ ഇല്ലാത്തതിന് ഉണ്ടെന്ന്, ഉള്ളതിന് ഇല്ലയെന്നും തോന്നണ യാതൊരു സമ്പ്രദായം ഉണ്ട്. അപ്പം ഈ വാസ്തവത്തിൽ ഈ പ്രപഞ്ചം സത്യസ്വരൂപമാണ് എങ്കിലും അത് വാസ്തവത്തിൽ പ്രമാണങ്ങളെ കൊണ്ട് ചിന്തിച്ച് നോക്കുമ്പോൾ വാസ്തവത്തിലില്ല. എന്നാലും അത് ഉണ്ടെന്ന് ലോകർക്ക് കണ്ണിന് പ്രകാശിച്ച് പുറപ്പെടുന്നത് ഏതൊരു അടിസ്ഥാന സത്തയുടെ പ്രഭാവം കൊണ്ടാണോ ആ സത്യസ്വരൂപത്തിനെ
ഞങ്ങളത് അസത ചിന്തിക്കണോ? മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഈ വിധം മായാപ്രകാരമാണ് പ്രപഞ്ചം എങ്കിലും ആ മായാപ്രഭയിൽ പെടാതെ കണ്ട് സ്വയം അതിൽ നിന്നൊക്കെ മാറി നിന്ന് പ്രകാശിക്കുന്നതായ ഭഗവാന്റെ മഹിമയുണ്ടല്ലോ. അതെങ്ങനെ? ധാംന സ്വേന സദാ നിരസ്ത കുഹകം, അത്രയും കൂടി ഉണ്ട് അതിന്. ആ സത്യസ്വരൂപത്തെ, പരമസത്യത്തെ ഞങ്ങൾ ധ്യാനിക്കണം. ഇങ്ങനെ സത്യസ്വരൂപനെ ധ്യാനിക്കുകയാണ്, അല്ലെങ്കിൽ ഈശ്വര വിചാരം ചെയ്യുകയാണ് വേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഭാഗവതം തുടങ്ങിയത്. എന്നിട്ട് തുടങ്ങിയിട്ട് പറയും ചെയ്തു, സത്യസ്വരൂപനെ ധ്യാനിച്ചുറപ്പിച്ച് അത് നിങ്ങളുടെ ഉള്ളിക്ക് അങ്ങനെ ഞങ്ങളുടെ നേരെയൊക്കെ എടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു കൊടുക്കുന്ന ആ സത്യസ്വരൂപമാണ് ലക്ഷ്യം. ചില അവിടേക്ക് പോകാനുള്ള വഴിയാണ് ഇനി അടുത്തത് പറയുന്നത്. ധർമ്മമാണ് ഭഗവാന്റെ അടുത്തേക്കുള്ള വഴി. അപ്പൊ ചോദിച്ചു, ധർമ്മം വെച്ചാൽ എന്താണ്? ഭാഗവതത്തിന്റെ ധർമ്മം എന്താണ്? ഈ ഭാഗവതത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ലേശം വിശേഷമാണ്. അത് പറയുമ്പം പറയും, സവൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സംപ്രസീദതി. സവൈ പുംസാം പരോധർമ്മ, അതാണ് മനുഷ്യന്റെ പരമമായ ധർമ്മം. ഏത്? യതോ ഭക്തിരഥോക്ഷജേ, അധോക്ഷജനായ ഭഗവാന്റെ തൃപ്പാദത്തില് ഭക്തി ഉണ്ടാവുന്നത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴാണോ ആ പ്രവൃത്തിക്കാണ് എന്ത് പറയുന്നത്? അതാണ് ധർമ്മം. അതായത് ഭഗവത് ഭക്തി ഉണ്ടാവണതായ കർമ്മങ്ങളെ ധർമ്മം എന്ന് പറയാം. ഏതൊന്ന് അനുഷ്ഠിക്കുമ്പോഴാണോ ഭഗവാന്റെ തൃപ്പാദത്തില് ശ്രദ്ധാഭക്തികൾ ഉറയ്ക്കണത്, ആ ഉറപ്പിക്കണതായ കർമ്മങ്ങളൊക്കെ എന്തിൽ പെടും? ധർമ്മകർമ്മത്തിൽ പെടും. അതാണ് ധർമ്മത്തിന്റെ പ്രത്യേകത. ഇനി ഈ ധർമ്മത്തിന്റെ സമ്പ്രദായം പ്രത്യേകതയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് സൂതൻ ഇങ്ങനെ വന്ന് മുമ്പിൽ നിൽക്കണം. അപ്പൊ സൂതനെ കണ്ടപ്പോൾ സൂതനോട് ചോദിച്ചു, സൂത അങ്ങ് വലിയ വിദ്വാനാണ്, സകല ശാസ്ത്രങ്ങളും പഠിച്ച വേദവിത്തുക്കളായ, വേദത്തിനെ വിഭാഗം ചെയ്ത മഹാത്മാക്കളായ വേദവ്യാസാദി ഋഷീശ്വരന്മാരെ പോലുള്ള മഹാത്മാക്കളെ ഹൃദയം കൊണ്ട് സേവിച്ച് നന്നായിട്ട് അവരെ ഉപാസിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങേക്ക് എന്തും കൂടി തന്നിട്ടുണ്ട്. ബ്രൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത, അങ്ങ് വലിയ വത്സലനായ ശിഷ്യനാവുകൊണ്ട് അങ്ങേക്ക് അത്യന്തം നിഗൂഢങ്ങളായ രഹസ്യ വിദ്യകൾ പോലും ഉപദേശിച്ച് തന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. എന്താ വെച്ചാൽ ഭൂമിയിലാണെങ്കിൽ ധാരാളം കേൾക്കാനുണ്ട്, പഠിക്കാനുണ്ട്, അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. എന്നാൽ അതിന് മാത്രമുള്ള ആയുസ്സുണ്ടോ? അതും ഇല്ല. എന്നാ ബുദ്ധി ഉണ്ടോ? അതുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്, അങ്ങ് എന്ത് വേണം? അറിഞ്ഞിരിക്കേണ്ടതായ ശാസ്ത്രതത്വങ്ങളുടെ ഒരു ചുരുക്കണ്ടല്ലോ, അതൊന്നും നന്നായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? വേണ്ട വിധത്തിൽ ഒന്ന് സംക്ഷേപിച്ച് പറഞ്ഞു തരണം. മാത്രമല്ല എന്താ പ്രത്യേകത വെച്ചാൽ അങ്ങേക്ക് നല്ല വിദ്വത്വം ഉള്ളതുകൊണ്ടും വേദവ്യാസാദി മഹർഷീശ്വരന്മാരുടെ ശിഷ്യനായതുകൊണ്ടും പിന്നെ വിനയുള്ളവനായതുകൊണ്ടും അങ്ങ് മഹാനാണ്. അതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാണ്ട്. എന്താ ചോദ്യം എന്നാണെങ്കിൽ, സൂത അങ്ങോട്ട് ചോദിക്കുകയാണ്, സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സത്വതം വതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയ. ആദ്യത്തെ ചോദ്യമാണ് സൂതനോട് ശൗനകാദി മഹർഷിമാരുടെ. ആ ചോദ്യം ശ്രദ്ധിക്കണം. ചോദിച്ചു, അതായത് സൂത അങ്ങയുടെ അടുത്ത് ഞങ്ങൾ നമസ്കരിച്ച് ചോദിക്കുകയാണ്, എങ്ങനെ? ജാനാസി, അങ്ങക്ക് അതൊക്കെ അറിയാം. ഭദ്രം തേ ഭഗവാൻ സത്വതം വതി, ഭക്തന്മാരുടെ നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാണ് ഈ ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയ, ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചത് എന്തിന്? അവതരിച്ചിട്ട് ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തത്? ആ മഹിമകളൊക്കെ ഒന്ന് വിസ്തരിച്ചു തരണം. ഈ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഭഗവാന്റെ കൃഷ്ണാവതാരത്തെ കുറിച്ചാണ് ചോദിച്ചത്. അതിനുള്ള മറുപടി പറയാനാണ് സൂതൻ പുറപ്പെട്ടത്. അപ്പൊ ഈ മറുപടി പറയാൻ പുറപ്പെട്ട സൂതൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തില്ല. എന്താ കാരണം ചോദിച്ചാൽ, ആദ്യമൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഭഗവത് കഥ കേട്ട് ധരിച്ചുള്ളിൽ ഉറപ്പിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു സംസ്കാരം ഉണ്ടാവണം. അപ്പൊ ആ സംസ്കാരം, ഒരു ഭാഗവത സംസ്കാരം ശ്രോതാക്കളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് എന്നുള്ളതുകൊണ്ട് എന്താ അങ്ങനെ നിർബന്ധിക്കാൻ കാരണം എന്നാണെങ്കിൽ, നമ്മുടെ ഏത് കേൾക്കണതും ഏത് പഠിക്കണതും ഏത് തത്വം മനസ്സിലാക്കുന്നതും നമ്മുടേതായ ഒരു സംസ്കാരത്തിലാണ്. അപ്പം അതുകൊണ്ട് ഭാഗവത തത്വങ്ങളെ ആ വിധത്തിൽ മഹിമയോടുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭാഗവത സംസ്കാരമുള്ള ഹൃദയത്തിനെ അതിൻ്റെ മഹിമ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാവില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഭാഗവതം കഥയില്ലാത്തവനെ പഠിപ്പിച്ചു കൊടുത്തപ്പോണ്ടായ കഥ, അമ്മാവൻ്റെയും മരുമകൻ്റെയും കഥ. അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ഒരു ഭാഗവതമായ സംസ്കാരം ഉണ്ടാവണം, ഭഗവാന്റേതായ സംസ്കാരം. അതുണ്ടാവാനായിട്ട് ഭഗവാന്റെ കഥകള്, ഭഗവാന്റെ മഹിമകള്, അവതാര സമ്പ്രദായങ്ങള്, ഭഗവാനെ ഭക്തന്മാരായ മഹർഷിമാർ ഉപാസിച്ചത്,
അവരെ ഭഗവാൻ അനുഗ്രഹിച്ചത്. അങ്ങനെയൊക്കെയുള്ളതായ ഈശ്വരീയ കാര്യങ്ങളിലും അതിലൊക്കെ ഉണ്ടായ ഉപാസനാ വിഷയങ്ങളും പറഞ്ഞുകൊടുത്ത് ഒരു ഭാഗവത സമ്പ്രദായം ഹൃദയത്തിൽ സ്ഥാപിച്ചതിന് ശേഷം ശ്രീകൃഷ്ണകഥ ഈ മഹാത്മാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നാര് വിചാരിച്ചു? സൂതൻ. അപ്പൊ അതുകൊണ്ടാണ് സൂതൻ എന്ത് ചെയ്തത്? ചോദിച്ചപ്പോഴൊക്കെ അതിനുള്ള മറുപടി പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഈ ഭഗവത് കഥ കൃഷ്ണാവതാര കഥയാണ് ചോദിച്ചത്. കൃഷ്ണാവതാര കഥ ചോദിച്ചപ്പോഴും ഉത്തരം പറഞ്ഞു കൊടുത്തത് ഇവിടെ പറഞ്ഞില്ല. കൃഷ്ണാവതാര കഥയുടെ ഉത്തരം എവിടെയാ പറയുന്നത്? ദശമസ്കന്ധത്തിലാണ് പറയുന്നത്. അപ്പൊ ഈ ദശമസ്കന്ധം എന്ന് പറഞ്ഞു 19 കഴിഞ്ഞിട്ടാ 10ാമത്തേത് ഇല്ലേ? ഈ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഭാഗവതത്തിൽ ഏറ്റവും വലിയ സ്കന്ധം 12 ഉണ്ടല്ലോ. അതിൽ ഏറ്റവും വലിയ സ്കന്ധം എന്ന് പറയുന്നത് ദശമസ്കന്ധമാണ്. ദശമസ്കന്ധത്തിൽ മുഴുവനും ആരുടെ കഥയാണ്? ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാര കഥയാണ്. എന്നാ ഏകാദശ സ്കന്ധമുണ്ട്, അതിലെന്താ കഥ? അതിലും ശ്രീകൃഷ്ണ കഥ തന്നെയാണ്. അപ്പൊ ദശമവും ഏകാദശവും കൂടി അങ്ങോട്ട് ചേർക്കുമ്പോഴേക്ക് ഭാഗവതത്തിന്റെ ഏതാണ്ടൊരു പ്രധാനപ്പെട്ട ഭാഗം അങ്ങോട്ട് കഴിയും. എന്നുവെച്ചാൽ ഏറ്റവും അധികം വിസ്തരിച്ച് വിപുലമായി സങ്കോപാംഗമായിട്ട് പറഞ്ഞു കൊടുത്തൊരു കഥ ഏതാണ്? ശ്രീകൃഷ്ണാവതാര ചരിത്രവും അതിൻ്റെ കഥയും ഭഗവാന്റെ പരന്ധാമഗമനത്തോടുള്ള സമ്പ്രദായങ്ങൾ മുഴുവനും വളരെ വിപുലമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ അത് അങ്ങനെ പറയാൻ? മറ്റുള്ള അവതാരങ്ങളൊക്കെ ഒരു 2 അധ്യായം, 4 അധ്യായം, 5 അധ്യായം, 6 അധ്യായം, 8, 9 അധ്യായമൊക്കെ അതിൽ കൂടി അധ്യായത്തിലൊന്നും എന്ത് പറഞ്ഞിട്ടില്ല, വേറെ അവതാരങ്ങളൊന്നും വിസ്തരിച്ചിട്ടില്ല. അപ്പൊ എന്താ കൃഷ്ണകഥ മാത്രം ഇത്ര ഇങ്ങോട്ട് വിസ്തരിച്ച് പറയാണ്ടായ കാരണം എന്ന് ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടാത്തവർക്കുള്ള മറുപടിയാണ് എന്ത്? ഈ ചോദ്യത്തിന്റെ ഉത്തരാണ് എന്ത്? ഭാഗവതം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പുറപ്പെട്ട സൂതൻ ആദ്യം ഭഗവാന്റെ മറ്റുള്ള അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ആ ഒരു ഭാഗവത സംസ്കാരം ഉണ്ടാക്കിയിട്ടാണ് പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ശ്രീകൃഷ്ണ കഥ അത്ര വിസ്താരം ഉണ്ടാവാനും ഭഗവാന്റെ ദശമസ്കന്ധവും ഏകാദശ സ്കന്ധവും കൂടി ചേർത്ത് അത്ര വിപുലമായിട്ട് അത് പ്രതിപാദിക്കാനും കാരണം. അപ്പൊ ഈ സൂതനൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ ചോദിച്ചതിന് മറുപടിയായിട്ട് ഞാൻ എന്ത് പറയാം? എൻ്റെ ഗുരുനാഥൻ ഭഗവാൻ ശ്രീശുക ബ്രഹ്മർഷി അല്ലെങ്കിൽ വേദവ്യാസ ഭഗവാൻ ഇവരൊക്കെ തന്നതായ വിദ്യ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് ആ ഗുരുനാഥന്മാരെ നല്ലോണം നമസ്കരിച്ചിട്ട് പറയുകയും ചെയ്തു. എന്താ വെച്ചാൽ ആ ഭഗവത്പാദന്മാരായ ഗുരുനാഥന്മാരുടെ മഹിമയാണ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്. അത് നിങ്ങൾ ചോദിച്ചു വെച്ചിട്ടൊക്കെ എത്രയ്ക്കൊക്കെ വിവരം ഉണ്ടോ നിശ്ചയില്ല. ഏതായാലും ഞാൻ യഥാ അധീതം യഥാ മതി, എൻ്റെ ഉള്ളിൽ ഞാൻ പഠിച്ചതിൻ്റെ ആ സമ്പ്രദായത്തിലും എൻ്റെ ഉള്ളിൽ ആ പഠിച്ചത് മുഴുവനും ഉണ്ടല്ലോ, അത് മുഴുവനും കൊണ്ട് പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പഠിച്ചത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രകാശിക്കണ മാതിരി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് ഭാഗവതത്തിലേക്ക് പ്രവേശിച്ചു. അപ്പം അങ്ങനെ ഈ ഭാഗവതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഞാൻ എൻ്റെ ആ ഒരു ഗുരുനാഥന്മാർ തന്ന വഴി പറയാം എന്ന് പറഞ്ഞപ്പം ഭാഗവതത്തിൻ്റെ ഒരു പരമ്പരാ സമ്പ്രദായം ഉണ്ട്. പിന്നീട് അതാണ് വിസ്തരിച്ചത്, ഗുരുപരമ്പരാ സമ്പ്രദായം. നിങ്ങൾക്ക് തരാൻ പോണ ഭാഗം, നമ്മൾക്ക് ആർക്ക് എന്ത് വിദ്യ ഉപദേശിച്ചു കൊടുക്കുമ്പോഴും ആ വിദ്യയ്ക്ക് ഒരു ഗുരുപരമ്പര ഉണ്ടാവും. ആ പരമ്പരാ സമ്പ്രദായത്തെ കൂടി സ്മരിച്ചുറപ്പിച്ച് അതിൻ്റെ ഒരു സമ്പ്രദായം വിളിച്ചു കൊടുത്തിട്ട് വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ. അല്ലാതെ ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന വിദ്യയൊന്നും നമ്മളാരും ഉണ്ടാക്കിയതല്ല, നമ്മുടെ മുത്തശ്ശനോ അച്ഛനോ ഉണ്ടാക്കിയതുമല്ല. അപ്പൊ അതിനൊക്കെ എത്രയോ മുമ്പായിട്ട് ഗുരുനാഥന്മാർ വലിയ വലിയ മഹർഷിമാര് പകർന്ന് പോന്നിട്ട് ഇപ്പം നമ്മുടെ കയ്യിലെത്തിയത്. അപ്പൊ നമ്മൾ ഈ പകർന്നു വാങ്ങണേ ആ മഹിമ ഇങ്ങോട്ട് ധരിക്കുമ്പം അത് പകർന്നു തന്ന പൂർവികന്മാരെയും കൂടി എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അതിൻ്റെ പേരാണ് ഗുരുത്വം എന്ന് പറയും. എന്തൊക്കെ ഉണ്ടായാലും നമുക്കിപ്പോൾ ധാരാളം എല്ലാ മഹിമകളും ഉണ്ടാവും, അതൊക്കെ ഉണ്ട്, നല്ലത് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ശോഭിച്ച് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഗുരുത്വം ഉണ്ടാവണം. ഗുരുത്വം ഇല്ലാത്തവനൊന്നും ശോഭിക്കില്ല, വിദ്യ ശോഭിക്കില്ല, അദ്ദേഹത്തിൻ്റെ മഹിമ ശോഭിക്കില്ല, ബുദ്ധി പ്രകാശിക്കില്ല, ഒന്നും വേണ്ട ദിക്കിൽ പ്രകാശിക്കില്ല. എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നല്ലാതെ കണ്ട് അതിലൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുത്വം പ്രധാനമാണ്. ആ ഗുരുനാഥന്മാരെയൊക്കെ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, പൂർവികന്മാരായ മഹർഷിമാരെ എങ്ങനെയപ്പോൾ ഈ വിദ്യ പകർന്നു വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പണ്ട് സാക്ഷാൽ ഭഗവാൻ വൈകുണ്ഠനാഥനായ ഭഗവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ഭാഗവതം. അങ്ങനെ ബ്രഹ്മദേവൻ ആ ഭാഗവത ശാസ്ത്രത്തെ നാരദ മഹർഷിക്ക് കൊടുത്തു. നാരദ മഹർഷി വേദവ്യാസ ഭഗവാനും കൊടുത്തു. വേദവ്യാസ ഭഗവാൻ അത് തൻ്റെ പുത്രൻ ശ്രീശുക ബ്രഹ്മർഷിക്കും, ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്ത് മഹാരാജാവിനും കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരമ്പര. അപ്പൊ അങ്ങനെ ഈ പരമ്പര വന്ന് വേദവ്യാസ ഭഗവാൻ ഇത് പഠിച്ചു. അദ്ദേഹം അത് ശ്രീശുക ബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുമ്പം അവിടെയും ചെന്ന് മുമ്പിലിരുന്ന് ഈ സൂതൻ ഭാഗവതം കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ശ്രീശുക ബ്രഹ്മർഷി ഈ ഭാഗവതം കൊണ്ടുപോയിട്ട് പരീക്ഷത്ത് മഹാരാജാവിന് ഗംഗാതീരത്ത് കൊണ്ടുപോയിട്ട് ഉപദേശിച്ചു കൊടുക്കുമ്പം അവിടെയും മുമ്പിൽ ആരുണ്ട്? ഈ സൂതനുണ്ട്. അങ്ങനെ 2 ദിക്കിലിരുന്ന ഭാഗവതം നല്ലോണം കേട്ട് പഠിച്ച വിദ്വാനായ മഹാത്മാവാണ് സൂതൻ. ആ സൂതനാണ് ഇപ്പൊ നൈമിഷാരണ്യത്തിൽ വന്നിട്ട് എന്ത് ചെയ്തത്?
ഈ മഹർഷിമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. എന്താ സൂത ഉവാച ശൗനക ഉവാച എന്നും കാണാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പരീക്ഷിത് ഉവാച ശ്രീശുക ഉവാച എന്നാണ്. ഇതൊക്കെ കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ ആളുകൾക്കൊക്കെ ആദ്യക്കാർക്കൊക്കെ വലിയ ഭ്രമമാണ്. ഒരിക്കലും ഒരു അമ്മ വന്നിട്ട് ചോദിച്ചു, തിരുമേനി ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈ ഉവാച ഉവാച പറയുന്നതൊക്കെ വായിക്കണം, അതിങ്ങനെ വായിക്കുമ്പോൾ ഒരു തട്ടും മുട്ടും പോലെ തോന്നുകയാണെന്ന് അങ്ങനെ പറഞ്ഞു. എന്തല്ലേ അപ്പം അവനെ വായിക്കുമ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ മുകളിൽ കൂടി പോകുമ്പോൾ വലിയ വരമ്പിൻ്റെ മുകളിലേക്ക് കയറിയ ഒരു തടസ്സം ഉണ്ടാവില്ലേ, അതുപോലെ ഒരു തടസ്സം ഉണ്ടത് വായിക്കേണ്ടതാണോ എന്നൊരു സംശയം. അപ്പോൾ അതൊക്കെ വായിക്കണം. അപ്പൊ അതെന്താ സാധനം എന്ന് മനസ്സിലായില്ല എന്നും പറഞ്ഞു. മനസ്സിലായി എളുപ്പമാണെന്നും പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. സൂത ഉവാച, അതായത് നൈമിഷാരണ്യത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുത്തത് എവിടെയാ? ഗംഗയുടെ കരയിലിരുത്തുന്ന. അപ്പൊ അവിടെ ആരുണ്ട്? ഈ സൂതനുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് കേട്ടു. അപ്പൊ അവിടെ ഇരുന്ന് കേട്ട വർത്തമാനാണ് സൂതൻ നൈമിഷാരണ്യത്തിൽ വന്ന് മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കണത്. മനസ്സിലാവുണ്ടല്ലോ? ഇപ്പൊ നമ്മളൊരു ദിക്കിലിരുന്ന് കേട്ട വർത്തമാനം വേറൊരു ദിക്കിൽ പോയി വേറെ ചിലർക്ക് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അദ്ദേഹം നമ്മൾ കേട്ട ദിക്കിൽ പറഞ്ഞത്. അപ്പൊ സൂതനും ശൗനകനും കൂടി പറയുന്നതാണ് അവസാനത്തെ സംവാദം. അപ്പൊ അതുകൊണ്ട് സൂത ഉവാച എന്ന് പറഞ്ഞാൽ സൂതൻ പറഞ്ഞു കൊടുത്തു, ശൗനക ഉവാച എന്ന് പറഞ്ഞാൽ ശൗനകൻ ചോദിച്ചു. അപ്പൊ ചോദിച്ചു പറഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. സൂത ഉവാച എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, സൂതൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ശൗനക ഉവാച എന്ന് പറഞ്ഞാൽ ശൗനകൻ ചോദിച്ചു. ചോദിക്കലും പറയലാണ് അങ്ങോട്ട് കിട. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ സൂതനും ശൗനകനും കൂടി പറയുന്ന വർത്തമാനം പരീക്ഷത്തിന്റെയും ഈ ശ്രീശുക ബ്രഹ്മർഷിയുടെയും കൂടി വർത്തമാനമാണല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആരും കയറി വരും? ശ്രീശുകര് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം പരീക്ഷത്ത് ചോദിച്ചു, ഈ ചോദിച്ചോ പറഞ്ഞു എന്നാണ്. അപ്പൊ അങ്ങനെ ഇവിടെ എന്തുണ്ടായി ചോദിച്ചാൽ, ഇപ്പൊ ഈ പരമ്പര ഇങ്ങനെ ഓരോരോ സമ്പ്രദായത്തിൽ ഇങ്ങനെ ഉപദേശം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ. ഭഗവാൻ ബ്രഹ്മാവ്, നാരദർക്ക് വേദവ്യാസരെ, ശ്രീശുകര് പരീക്ഷത്തിലാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, അല്ല ഈ ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം കേട്ടു എന്നൊക്കെ കേൾക്കുമ്പോളേ ഒരു സംശയം. എന്താ സംശയം? തസ്യ പുത്രോ മഹായോഗി സമദൃങ്നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ മൂഢ ഇവേയത്തെ. അതായത് തസ്യപുത്രോ മഹായോഗി, അദ്ദേഹത്തിന്റെ പുത്രൻ. ആരുടെ പുത്രൻ? ഈ ശ്രീശുക ബ്രഹ്മർഷി വേദവ്യാസ ഭഗവാന്റെ പുത്രനാണ്. ഈ വേദവ്യാസ ഭഗവാന്റെ പുത്രനായ ഈ ശ്രീശുക ബ്രഹ്മർഷി ജനിച്ചപ്പോൾ തന്നെ സിദ്ധയോഗീശ്വരനാണ്. ആ ജനിച്ചപ്പോൾ തന്നെ സിദ്ധയോഗീശ്വരനായ മഹർഷി പിന്നെ എന്തിനാ ഭാഗവതം പഠിച്ചത്? നമ്മളൊക്കെ ഇത് പഠിക്കുന്നത് നിശ്ചല്ലാത്തത് മനസ്സിലാക്കാനാണ്. അദ്ദേഹമൊക്കെ നിശ്ചല ആളാ, ജനിക്കുമ്പോഴേ നിശ്ചല ആളാ. ഈ ജനിക്കുമ്പോഴെയൊക്കെ നിശ്ചല ആളവിന് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു അദ്ദേഹം ഇത് പഠിച്ചു എന്നാണ്. അപ്പൊ പറയാം, അദ്ദേഹം നമ്മൾ പഠിച്ച മാതിരി വിവരം ഉണ്ടാവാൻ പഠിച്ചതല്ല. പിന്നെ എന്തിനാണെന്നറിയൂ? അതായത് പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഏകാന്തമതി എന്ന് പറഞ്ഞാൽ ഒന്നിലുറപ്പിച്ച മനസ്സുള്ള ആളാ. നമുക്കൊക്കെ പല ജാതിയിൽ ഉറച്ച മനസ്സാ ഇല്ലേ? ഒന്നിലും ഉറക്കില്ല. ശരിയല്ലേ? അത് നമുക്ക് എന്തൊക്കെ ചിന്തയും വിചാരം പല ജാതി വെപ്രാളവും ഇല്ലേ? ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയിട്ട് വരുന്നുണ്ട് ഇല്ലേ? ഇടയ്ക്ക് ലേശം ഭാഗവതം കേൾക്കും, അതിൻ്റെ ഇടയ്ക്ക് പല ദിക്കിലും പോയിട്ട് വരും. ശരിയല്ലേ? ഇത് എന്നിട്ട് ഒഴിവുണ്ടാകുമ്പോൾ ലേശം ഇതും കേൾക്കും. മനസ്സാണ് മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്, പരക്കം പായിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സ് നമ്മുടേത് ബഹുവാണ്, ബഹുമനസ്സാണ്, ബഹുദിക്കിൽ പോണതാണ്. ഇതല്ല, ഏകാന്തമതിയ. ഏകമായതിൽ അന്തമായ മതി, ഒന്നിൽ ഉറപ്പിച്ച മനസ്സ്. ഏതാ ഒന്ന്? ഭഗവാങ്കൽ ഉറപ്പിച്ച മനസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പരക്കാൻ പാഞ്ഞ പല ഇതിലേക്ക് പോവില്ല. അതാ പറഞ്ഞ ഏകാന്ത മതിരുന്നിദ്രോ ഗൂഢൻ എന്ന് പറഞ്ഞ എന്താ ശബ്ദം? വളരെ രഹസ്യമായ മട്ടിൽ അദ്ദേഹം എന്ത് ചെയ്യുള്ളൂ? ഉരുളി വേണമെങ്കിൽ ലേശം അങ്ങോട്ട് വയ്ക്കാം, അതിട്ടും ചെയ്യാം ആൾക്കാർക്ക്. ഇതിപ്പോ പറയുമ്പോ എങ്ങനെയാ? അത് അന്തല്യായാണ്, സൗകര്യമാവും. ആദ്യം അങ്ങനെ തന്നെ വെച്ചോളൂ, ആർക്കാൻ സമർപ്പിച്ചാൽ ആദ്യം അങ്ങോട്ട് പോവുകയും ചെയ്യാമല്ലോ. ഇവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് കേൾക്കണവർക്ക് ഇതൊക്കെ ശ്രദ്ധ പോവും, അതാ ബുദ്ധിമുട്ട്. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ശ്രദ്ധയൊന്നും പോവില്ല. കേൾക്കണവർക്ക് പോയി അവർക്ക് പോയി, അതേ ഉള്ളൂ. പിന്നെ പറയുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ടോളൂ. എന്നിട്ട് എന്താവാം, പിന്നെ വന്നിട്ട് സമർപ്പിക്കാനൊക്കെ സമയമുണ്ടാവും. ഇല്ലെങ്കിൽ ബുദ്ധി നേരെയാവില്ല, തെറ്റി അങ്ങോട്ട് ഇങ്ങനെ തല്ലിയാണ്ടായിട്ട് പോവുകയും പറയുന്നതൊക്കെ വെറുതെ ആയിട്ട് തീരും ചെയ്യും. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ധൃതിയുള്ളവരൊക്കെ ഉണ്ടാവും, വേണേൽ സമർപ്പിച്ചാണ്ട് പോയിക്കോട്ടെ, വിഷമില്ല. അപ്പോൾ അവരുടെയും കാര്യം നടക്കും, നമ്മുടെ കാര്യം തടസ്സമില്ലാണ്ട് പോയിക്കോളും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കും. അപ്പോൾ പറഞ്ഞത് എന്താ ചോദിച്ചാൽ ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ നമുക്ക് വലിയ വിവരം വിളിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പം ഏകാന്തമതി എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ശ്രീശുക ബ്രഹ്മർഷി പലചക്കിലേക്ക് പോയ മനസ്സിലല്ലേ, വളരെ ഏകാഗ്രാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി ഭഗവാങ്കലിക്ക്. അതൊക്കെ ഉണ്ടാവാനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഏകാന്തമതി. പിന്നെ ഉന്നിദ്രനാണ്. ഉന്നിദ്രൻ ചെന്ന അർത്ഥം അറിയും, എപ്പോഴും അങ്ങനെ ഒരു ഉണർവിലായിരിക്കുന്നത്. നമ്മളൊക്കെ ദോശയൊക്കെ കാണുമ്പോൾ നല്ല ഉണർവാണ്, കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും. എന്ത് അങ്ങനെയാണ്, നമുക്ക് എപ്പോഴൊന്നും ഉണർവുണ്ടാവില്ല. ചിലതൊക്കെ കാണുമ്പോൾ ഉണർവുണ്ടാവും, ചിലതൊക്കെ കാണുമ്പം
ഉണർവുണ്ടാവില്ല. കണ്ടിട്ടില്ല, ചില നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. ആരെയും കുറ്റം പറയുന്നല്ല, മനുഷ്യന്മാരാകുമ്പോൾ ബുദ്ധിക്കൊക്കെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, ബുദ്ധിക്ക് ക്ഷീണം ഉണ്ടാവും. പല ജാതി വ്യവഹാരങ്ങളിൽ പെട്ട് കഷ്ടത്തിലായിട്ട് നടക്കണവരായതുകൊണ്ട് അതിൻ്റെ ഉണ്ടാവും. ഇദ്ദേഹം അങ്ങനെയുള്ള ആളല്ല എന്ന് നേരെ ശ്രീ ശുഖബ്രഹ്മർഷി അദ്ദേഹം ഉന്നിദ്രം ഉണർന്നിരിക്കണ ഹൃദയ. ഇപ്പോഴും ഹൃദയത്തിൽ ആരോ ഉണർന്നിരിക്കും? ഭഗവാൻ ഉണർന്നിരിക്കും. അങ്ങനെയുണ്ടല്ലോ ഒരു പ്രത്യേകത. നമുക്ക് രാവിലെ കുളിയും തേവാരമൊക്കെ കഴിക്കുമ്പോൾ ലേശം ഉണർന്നിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയൊക്കെ അങ്ങനെ ഉണരുമൊന്നുമില്ല. പിന്നെ വൈകുന്നേരത്തെ തേവാരത്തിൻ്റെ നേരത്തെ ലേശം ഉണരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പതിവ്. ലോകത്തിൽ പൊതുവെ എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെയുണ്ട്. അതാണ് ഏകാന്തമതി ഉന്നിദ്രോ ഗൂഢോ. ഗൂഢം എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായ മട്ടിൽ അദ്ദേഹത്തിന്റെ സഞ്ചാരം. ഇത് രഹസ്യമായ മട്ടില് ഞാൻ ഇന്നയാളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാതെ അദ്ദേഹം സഞ്ചരിക്കുക. ശ്രദ്ധിക്കണേ പറയുന്നത്. ഞാൻ ഇന്നയാളാണെന്ന് മറ്റുള്ളവരെ അറിയാണ്ടിരിക്കാനാണ്, അങ്ങനെ സഞ്ചരിക്കുക. എന്തല്ലേ പ്രത്യേകത? നമ്മുടെയൊക്കെ നാട്ടിൽ ഓരോന്നും നടക്കുന്നത് ഞാൻ ഇന്നയാളാണ് നാട്ടിൽ അറിയിക്കാനാണ്. കണ്ടിട്ടില്ലേ റോഡിന്റെ മുകളിൽ കൂടി ഓരോരുത്തരെ ഗവൺമെന്റിന്റെ ബോർഡും വെച്ച് പോണത്? പല മന്ത്രിമാരോ MLA മാരോ MP മാരൊക്കെ പോണത് കണ്ടിട്ടില്ലേ? ഇങ്ങനെയാ പോകുക പറ്റുള്ളൂ? പറ്റുള്ളൂ. എവിടേക്ക് പോയാലും നമുക്കൊരു വിരോധമില്ല, നമ്മൾ അറിയുന്നില്ലേ ജാതനം പോണത് ഇല്ലേ? പക്ഷെ ഇവർ പോകുമ്പോൾ 500 കാറ് നമ്മുടെ മുണ്ടൊക്കെ വലിച്ച് പറത്തിയൊരു പോക്കാൻ കണ്ട് പോണത് കാണാൻ വല്ല വായുളിക വാങ്ങാൻ പോകണം. ആർക്കാ പിന്നെ എവിടേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ പോണതാവോ? ഇഷ്ടമില്ല. ശരി, വല്ല ആംബുലൻസ് കൊണ്ട് ചക്ക പിടിച്ച റോഡിന്റെ വക്കത്തിരണം മരിക്കാൻ പോണ ആളാണ് അയാളെ കൊണ്ടുപോയി ആസ്പത്രിയിൽ അദ്ദേഹത്തിന് വല്ല ഗുണമുണ്ടോ? അത് സമ്മതിക്കില്ല. പിന്നെ എവിടേക്കാ പോകണതാവോ? അപ്പൊ ഞാൻ ഇയാളാണെന്ന് അറിയിക്കലാണ്. അതിൽ ഒരു 25 പോലീസുകാർ മുമ്പിൽ, 25 പിമ്പിൽ. ആരാ എനിക്ക് വെടി വെക്കാൻ? വെറുതെ ഒരു വെറുതെ ആൾക്കാർ കളയും. ശരിയോ തെറ്റോ? കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നയാളാണെന്ന് അറിയണം. അപ്പൊ അത് ലോകത്തിലൊരു അല്പബുദ്ധിയുടെ പ്രത്യേകതയാണ്. ആ ബുദ്ധിയല്ല ഇവിടുത്തെ ബുദ്ധി എന്ന് പറയാനാണ് എന്ത് പറഞ്ഞത്. അങ്ങനത്തെ സമ്പ്രദായക്കാരൻ. ഇദ്ദേഹം വലിയ മഹാനാണെങ്കിലും അദ്ദേഹം നടക്കുന്നത് എങ്ങനെയെന്നറിയോ? ഗൂഢൻ ചെന്തർത്ഥം. ഗൂഢം രഹസ്യമായിട്ട്. ഞാൻ ഇന്നയാളാണെന്ന് ഒരാളറിയരുത്. ഞാൻ ശ്രീശുഖരാണെന്ന് ലോകരൊന്നും അറിയേണ്ട കാര്യമില്ല. എന്താ ചേട്ടോ? അറിയണവരറിഞ്ഞാൽ മതി. വിദ്വാൻമാരെ അറിയുള്ളൂ. അല്ലാത്തവൻ എന്താ അറിയാനാ? കുങ്കുമത്തിന്റെ ചാക്ക് പുറത്തേറ്റി നടക്കണ കഴുതയ്ക്കുണ്ടോ വല്ല വിവരം? കഴുതയ്ക്കുണ്ടോ വിവരം? എന്ത് കുങ്കുമാണ്, കേമാണ്, വില പിടിച്ച സാധനം? കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്നു ഗർദഭം എന്ന് പറഞ്ഞ മാതിരി ലോകം അങ്ങനെയാണ്, അങ്ങനെ നടക്കും. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ഇന്നയാളാണെന്ന് വേറൊരാൾക്ക് അറിയേണ്ട കാര്യമില്ല. ശ്രീശുഖർ മഹാവിദ്വാനെന്ന് അദ്ദേഹത്തിനെ അറിയണവർക്കും അറിയാം. അതേ വേണ്ടു. ശരി തന്നെയല്ലേ ഇത്? നമ്മളെ അറിയണവർക്ക് അറിഞ്ഞാൽ പോലെ നാട്ടുകാരൊക്കെ നമ്മൾ ഇന്നയാളെന്ന് അറിയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതാണ് ഗൂഢമായ ഭാവം. മൂഢൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയും? അതും ശ്രദ്ധിക്കണം. മൂഢൻ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടന്റെ മട്ടാ നടക്കുക. നമ്മളൊക്കെ എങ്ങനെയാ നടക്കുക? മഹാബുദ്ധിമാന്റെ മട്ടില്ല. കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നാട്ടുകാരോട് ചോദിക്കണം. എന്നാലും നടപ്പ് കണ്ടാൽ എങ്ങനെയാ? വലിയ യോഗ്യതയിലല്ലേ നടക്കുക. നമ്മൾ പറയില്ലേ വെച്ചാലും നമ്മൾ അങ്ങനെ കാണിക്കരുത്, ഉണ്ടെന്ന് കാണിക്കുക. ഇദ്ദേഹം അങ്ങനെയല്ലേ? ഇദ്ദേഹം ഉണ്ടെച്ചാലും എങ്ങനെയാ നടക്കുന്നത്? ഒരു പൊട്ടന്റെ ജാതി. പൊട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുറേശ്ശൊക്കെ മനസ്സിലാവില്ലേ? അത്രയൊക്കെ മതി. ആ മട്ടാണ്. ലോകരെ അറിയരുത് താൻ ആളാരാണെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മഹിമ നോക്കൂ. വിദ്വാൻമാരൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. ഈശ്വര പുരുഷന്മാർക്കേ ഈ ജാതി ലക്ഷണം ഉണ്ടാവുള്ളൂ. സാധാരണക്കാരുടെ ലക്ഷണമുള്ള ആളല്ല അദ്ദേഹം എന്നാ പറഞ്ഞത്. അത് മനസ്സിലാക്കാനാണ് കേട്ടോ. ഈ ശ്രീശുഖര എന്ന് പറഞ്ഞ മഹാത്മാവ് നമ്മൾ വിചാരിച്ച മാതിരി ഒരു സാധാരണ വ്യക്തിയാണെന്നൊന്നും കൂട്ടരുത്. അദ്ദേഹത്തിന്റെ മഹിമയെ നമ്മൾ കേൾക്കാൻ വന്നു. അതിനെ അദ്ദേഹത്തെക്കുറിച്ച് ലേശം പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളൊരു ഉപദേശം കേൾക്കുമ്പോൾ, നമ്മളൊരു നല്ല വർത്തമാനം കേൾക്കുമ്പോൾ ആളാരാന്നും കൂടി നോക്കും. ആരാ പറയുന്നത് നോക്കും. ശരിയല്ലേ? ഇത് ഇപ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ ആരാ പറഞ്ഞ? അയാളാ പറഞ്ഞേ. ചെന്താർത്ഥം ഒരു കാര്യം ഉണ്ടാവില്ലേ? അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ പറയില്ലേ നമ്മൾ? എന്താ കാരണം? അത് ആ വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ നിഷ്ഠയും മഹിമയും നമ്മൾ കുറെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അതിനൊരു വാക്കിന് ശക്തി തോന്നും. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തോന്നില്ല. മേൽപ്പത്തൂര് പറഞ്ഞ മാതിരി എന്നൊക്കെ രഥ്യാപുരുഷ വചന പ്രായമഖിലം. ചെന്തർത്ഥം രഥ്യാപുരുഷൻ ചെന്തർത്ഥം ആ വഴി എന്തല്ലാത്തവൻ എന്തോ പറഞ്ഞു ആരെങ്കിലും കണക്കാക്കും. നമ്മൾ കണ്ടിട്ടില്ലേ തലയ്ക്കൊക്കെ വെളിവ് കുറഞ്ഞ് ആരെങ്കിലുമൊക്കെ റോഡിന്റെ പക്കത്ത് നിന്ന് ചിരിക്കുന്നുണ്ടാവും, എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടാവും. നമ്മൾ അതൊക്കെ കേട്ട് ഊവ ചോദിക്കാൻ നിൽക്കും അവിടെ. അവൻ നമ്മൾ പറയും പാവം എന്താ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടം പറഞ്ഞ് പോരേ ഉള്ളൂ. ശരിയല്ലേ ഇത്? അങ്ങനെയൊക്കെയാണ്. ഇദ്ദേഹം അങ്ങനെയുള്ള ആളല്ല, മഹാവിദ്വാനാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാഗവതം കേട്ടത് എന്തിനെന്ന് ചോദിച്ചപ്പം മറുപടിയായിട്ട് പറഞ്ഞു കൊടുത്തു. എന്തിനാച്ചാലേ അതെന്താണെന്നാണെങ്കിൽ പുതിയതൊന്നും പഠിക്കാനൊന്നുമല്ല. പിന്നെ ഈ ഭഗവത് കഥയുടെ ഒരു വലിയ മഹിമയുണ്ട്. അത് എത്ര കേട്ടാലും അങ്ങനെയാണ്. അദ്ദേഹത്തിനൊന്നും അത് കേട്ട് പഠിക്കാനൊന്നുമില്ല. എന്നാൽ എത്ര കേട്ടാലും മതിയാവില്ല. പിന്നെയും കേൾക്കണം തോന്നും. വിദ്വാൻമാർ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ 25 കേട്ടു പിന്നെയും കൊണ്ട് ചുറ്റി പോകുന്നു. എന്തിന്?
എന്തിനത് പിന്നെയും കേൾക്കണം വെച്ചിട്ട് അതാണ് ആ മാധുര്യം. ഭഗവത് കഥയുടെ മാധുര്യം എത്ര പറഞ്ഞാലും കേട്ടാലും സജ്ജനങ്ങൾക്ക് മതിയാവില്ല. അതൊരു വലിയ പ്രത്യേകത. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. എങ്ങനെ ദൃഷ്ടുവാനുയാന്തം ഋഷിമാമജമപ്യനഗ്നം ദേവ്യോ ഹ്രിയ പരിദധുർന സുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ ജഗതുസ്തവാസ്തി സ്ത്രീപുംഭിത നതു സുതസ്യ വിവിക്ത ദൃഷ്ടേ. അതും കൂടി അദ്ദേഹത്തിന്റെ മേൽവിലാസാണ് കേട്ടോ. പണ്ട് വേദവ്യാസർ ഇങ്ങനെ മുമ്പിൽ കൂടി പോവുക. അപ്പൊ ആ കുളത്തിന്റെ കരയിൽ കൂടി പോകുമ്പോൾ പെണ്ണുങ്ങൾ കുറെ പേര് കുളിക്കണ്ട് കുളത്തിലേ. അപ്പൊ അവര് വേദവ്യാസരെ കണ്ടപ്പോ എന്ത് ചെയ്തു? മുണ്ടൊക്കെ ചീറ്റി വലിയ ബഹുമാനത്തിൽ തൊഴുത് അങ്ങനെ നിന്നേ. അദ്ദേഹം ഇങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അല്ല എന്റെ മുമ്പിലല്ലേ ഇപ്പൊ ശ്രീ ഈശ്വര പദ്യം ഇങ്ങോട്ട് പോയത്, അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് മുണ്ടൊന്നും ചിറ്റാൻ തോന്നിയില്ലല്ലോ, അതെന്താവോ? അദ്ദേഹം ചെറുപ്പക്കാരനുമാണ്, 10-16 വയസ്സേ ഉള്ളൂ. താനാച്ച കുറെ വയസ്സായിള. ഈ വയസ്സനായ തന്നെ കണ്ടപ്പോ ഇവർക്ക് നാണം തോന്നി, ചെറുപ്പക്കാരനെ കണ്ടപ്പോ നാണം തോന്നിയതില്ല. അതെന്താവോ? അങ്ങനെ ഉണ്ടല്ലോ. ആ പെണ്ണുങ്ങളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ല പെണ്ണുങ്ങളെ എന്താ അതിങ്ങനെ ചോദിച്ചു. അപ്പൊ അവരോട് ചോദിച്ചാൽ, എന്നെ കണ്ടപ്പോ നിങ്ങൾ നാണിച്ച് വശം കെട്ടു, എന്നാ എന്റെ ഉണ്ണിയും മുമ്പിൽ പോയപ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ നാണൊന്നും തോന്നിയില്ലല്ലോ, അതെന്താ ചെറുപ്പക്കാരനായിട്ടുള്ള ആളെ കണ്ടപ്പം? അപ്പൊ ഈ സ്ത്രീകൾ പറഞ്ഞ വിവരം വലിയ വിവര. അവരെന്താ പറഞ്ഞിട്ടുണ്ടോ? അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയച്ചാൽ ആ ശ്രീശുക ബ്രഹ്മർഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അർത്ഥം പറയുമ്പോൾ അങ്ങോട്ട് കൊടുത്തയക്കണ്ട കേട്ടോ. അർത്ഥം പറയുമ്പോഴേ കഴിഞ്ഞിട്ടാവും പറഞ്ഞാൽ മതി, ഇപ്പം അവിടെ ഇരുന്നോളൂ. ഒരു കുറച്ചു നേരം കഴിഞ്ഞാൽ മനസ്സിലാവും. നടക്കുമ്പോഴൊക്കെ വലിയ അർത്ഥമാണ്. എനിക്ക് വേണം ഇങ്ങോട്ടെങ്കിലും വെക്കാൻ വിരോധമില്ല, മുമ്പിലേ നടത്തൊക്കെ വലിയ ശല്യ. അപ്പൊ അതുകൊണ്ട് സ്ത്രീ പുംഭിത, അത് ശ്രദ്ധിക്കണം. ആ പ്രയോഗങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കുമൊക്കെ പോട്ടെ, അതാണ് നിങ്ങൾക്ക് ശ്രദ്ധ പോവുകയാണ്. സ്ത്രീ പുംഭിത. ഈ സ്ത്രീ പുംഭിത പറഞ്ഞാൽ അങ്ങേക്ക് ഇപ്പൊ ഞങ്ങളെ കണ്ടപ്പോൾ സ്ത്രീകളാണെന്ന് തോന്നിയില്ലേ? ഉവ്വ് തോന്നി. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ വന്ന് ചോദിച്ചത്. എന്തിപ്പോ സ്ത്രീകളെ എന്നല്ലേ നിങ്ങളെ അങ്ങനെ ഞങ്ങളെ വിളിച്ചത്? സ്ത്രീകളെ എന്നല്ലേ? ഉവ്വ് അതിനെങ്ങനെയാ വിളിച്ചത്? അപ്പൊ വേദവ്യാസരോട് പറഞ്ഞു, പെണ്ണുങ്ങൾ പറഞ്ഞു, എന്നാലേ അങ്ങയുടെ പുത്രന് അങ്ങനെ ഒരു ഭേദവും ഇല്ല. എങ്ങനെ ഒരു ഭേദം? ഇത് സ്ത്രീ, ഇത് പുരുഷൻ, ഇത് അങ്ങനെ, ഇത് ജന്തു, ഇത് അങ്ങനെയൊന്നും ഇല്ലേ? എന്താ കാരണം? അദ്ദേഹത്തിന് പെട്ടെന്ന് നോക്കിയാൽ എന്തേ ഉള്ളൂ? ആത്മാനമഖിലാധാരം. എന്തത്? ആത്മാനമഖിലാധാരം. എവിടെ നോക്കിയാലും ഈശ്വര സ്വരൂപേ ഉള്ളൂ. അതിൽ സ്ത്രീ പുരുഷൻ. ഇപ്പൊ തട്ടാൻ സ്വർണ്ണക്കടയിൽ ചെന്ന് എന്താ കാണുക? നമ്മൾ പോയാൽ എന്താ കാണുക? നമ്മൾ നല്ല പണ്ടങ്ങൾ കഴുത്തി കെട്ടണത്, കുടുക്കി കെട്ടണത്, വളച്ച് കെട്ടണത്, തിരിച്ച് കെട്ടണത്, കയ്യുമ്പിൽ കെട്ടണത്, കാലുമ്പിൽ കെട്ടണത്, മൂക്കുമ്പിൽ തിരികണത്, പിന്നെ എവിടേക്കാ വെച്ചാൽ അവിടേക്ക് അതൊക്കെ നമ്മൾ കാണും. ശരിയല്ലേ? ഇത് തട്ടാൻ സ്വർണ്ണക്കടയിൽ പോയി എന്താ കാണുക എന്നറിയോ? സ്വർണ്ണേ കാണുള്ളൂ, ഒന്നും കാണില്ല വേറെ. മൂശാരി ഓട്ടുപാത്രമുള്ള കടയിൽ പോയി എന്താ കാണുക? മൂശാരി പറഞ്ഞാൽ മനസ്സിലാവുക? മനസ്സിലാവില്ലേ? ഓട് വാർക്കണയാളേ, ഓട് ഉരുക്കി വാർത്ത് ഉരുളിയും ചട്ടക്കും കണ്ണും കിണ്ടിയൊക്കെ ഉണ്ടാക്കില്ലേ? അദ്ദേഹം ഈ ഓട്ടുകടയിൽ ചെന്ന് അവിടെ അനവധി ഓട്ടുപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഓട്ടുപാത്രം ഒന്നും കാണില്ല, ഓടേ കാണുള്ളൂ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാസ്തവത്തിൽ ഓടാണല്ലോ അതിന്റെ പരമാർത്ഥം. പാത്രങ്ങളൊക്കെ പിന്നീട് വാർത്തുണ്ടാക്കിയതല്ലേ എന്ന് പറയും പോലെ ഈ അടിസ്ഥാന സത്തയായ ഈശ്വര സ്വരൂപത്തെ ശ്രീശുക ബ്രഹ്മർഷി എവിടെ നോക്കിയാലും കാണുള്ളൂ. അല്ലാതെ അദ്ദേഹത്തെ കാണില്ല. ശാരീരികമായ ബാഹ്യമായതൊന്നല്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധ. അത്രയ്ക്ക് വിദ്വാനന്മാര് ശ്രീശുകരെ. അത് കേട്ടപ്പോൾ വേദവ്യാസർക്ക് മനസ്സിലായത് മഹാഗേമനാണ് പുത്രൻ എന്ന്, തന്നെക്കാളും ഗേമനാണെന്ന്. അപ്പൊ അത്രയ്ക്ക് ആ അദ്ദേഹത്തിന്റെ യോഗ്യത, അദ്ദേഹത്തിന്റെ മഹിമയാണ് ആ ശ്രീശുകര് ഭാഗവതം കേട്ടത്. അപ്പൊ ചോദിച്ചു, വേദവ്യാസ ഭഗവാൻ എന്തിനേത് കേട്ടതാ? അപ്പൊ വേദവ്യാസരെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. വേദവ്യാസരെ കുറിച്ച് പറയാശ അദ്ദേഹത്തിന് ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ ജാതഃ പരാശരാലിയോഗി വാസവ്യാം കലയാഹരേ. അങ്ങനെ ഉണ്ടായത്. അദ്ദേഹം ജനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സംവിധാനം എന്താ, സമ്പ്രദായം എന്താന്ന് അറിഞ്ഞ് മനസ്സിലാക്കാൻ നല്ലത്. പെട്ടെന്ന് അങ്ങോട്ട് കണ്ട ഒന്നും മനസ്സിലാവും. വേദവ്യാസൻ അദ്ദേഹം ആരാന്ന് അറിയണം, എന്നാലേ കഥ ഉണ്ടാവുള്ളൂ. ദ്വാപരേ സമനുപ്രാപ്തേ. ദ്വാപരയുഗം വന്ന കാലത്ത് തൃതീയേ യുഗപര്യേ, മൂന്നാമത്തെ യുഗമാണല്ലോ അത്. കൃതം, ത്രേത, ദ്വാപരം, കലി, അങ്ങനെയാണല്ലോ. ദ്വാപരം വെച്ചാൽ മൂന്നാമത്തെയാണ്. ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ, മൂന്നാമത്തെ യുഗം വന്ന കാലത്ത് ജാത ജനിച്ചുത്രേ. ആര്? പരാശരാൽയോഗി, പരാശര മഹർഷിയുടെ ഉണ്ണിയായിട്ടാണ് ജനിച്ചത്. ആര്? അതാ സത്യവതി. വാസവ്യാം കലയാഹരേ. വാസവിയിൽ വാസവി എന്ന പേര് കേട്ടിട്ടുണ്ടാവില്ലല്ലേ? വാസവി എന്ന് പറഞ്ഞാൽ സത്യവതിയാ. സത്യവതിയുടെ പേരാണ് വാസവി. എന്താ അങ്ങനെ പേരുണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചാൽ, പണ്ട്, വളരെ പണ്ട്, ഇതൊക്കെ മഹാഭാരതത്തിൽ പറഞ്ഞ കഥയായിട്ട് ഇവിടെയൊന്നും പറയുന്നതല്ല. വളരെ പണ്ട് ഈ ചേതി രാജ്യത്ത് വസു എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായി. ഈ വസു എന്ന് പറഞ്ഞ രാജാവ് മഹാകേമനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? നല്ലോണം തപസ് ചെയ്തു, ഉപാസിച്ചു.
അങ്ങനെ തപസ് ചെയ്ത് ഉപാസിച്ചിരിക്കണ കാലത്ത് അദ്ദേഹത്തിന് എന്തുണ്ടായി? അങ്ങനെ പറയും, അക്കാലം ചേതിരാജ്യത്തിൽ ഒരു നൃപൻ മംഗലനായ വസുവുണ്ടായാൻ. അവൻ നന്നായി ഇന്ദ്രനെ സേവിക്കയാൽ കൊടുത്തു വരങ്ങളും. ഇന്ദ്രൻ മാലയും ഒരു വൈണവമായ ദണ്ഡും ആകാശേ നടപ്പതിനായോ ഒരു വിമാനവും ലോകവൃത്താന്തങ്ങൾ അറിവാൻ വിജ്ഞാനവും ഇതൊക്കെ കൊടുത്തു. ഈ വസു എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ദ്രനെ സേവിച്ചു തപസ് ചെയ്തു കുറെ കാലം. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഒരു മാല കൊടുത്തു, വൈണവമായ ദണ്ഡ്. വൈണവം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടോ? വൈണവം വേണു വെച്ചാൽ മുളയുടെ ഒരു വടിയും കൊടുത്തു, ഒരു അധികാരദണ്ഡ് പോലെ ഒരു വടിയും കൊടുത്തു. എന്നിട്ട് ആകാശേ ചരിപ്പതിനായോ ഒരു വിമാനവും, ആകാശത്തിൽ കൂടി നടക്കാനുള്ള സംവിധാനവും കൊടുത്തു. ലോകവൃത്താന്തങ്ങൾ അറിവാൻ വിജ്ഞാനവും, ലോകത്തിലെ വർത്തമാനം അറിയാനുള്ള വിവരവും കൊടുത്തു, ഒക്കെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആകാശചാരിയായിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി, ഈ വസു. അങ്ങനെ അദ്ദേഹം ആകാശത്തിൽ കൂടി നടക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മാറി ഉപരിചര വസു എന്നായി. എന്താ പേര്? ഉപരിചരൻ എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടി പോണയാളെന്നാണ്. നമ്മൾ ഹിന്ദിക്കാർ പറഞ്ഞു ഊപ്പർ ജാനെ വാല. എന്താ അതിന് ഉപരിചരൻ? ഉപരിച്ച മുകളിൽ കൂടി, ചരൻ ചരിക്കുക, സഞ്ചരിക്കുക. ഉപരിചര വസു ആദ്യം നിലത്ത് കൂടി പോണ ആളായിരുന്നു. തപസ് ചെയ്ത് മിടുക്കനായിട്ട് എന്ത് ചെയ്തു? ആകാശചാരിയായി എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണെന്നറിയൂ? ദേവന്മാരുടെ മഹിമയിലേക്ക് എത്തിയെന്നാണ്. നമ്മളൊക്കെ നിലത്തിൽ കൂടിയല്ലേ പോണത്, ദേവന്മാരൊക്കെ ആകാശത്തിൽ കൂടിയാ പോവുക. അത്രയ്ക്ക് കേവനായി, നിലം വിട്ട പട്ടായി എന്ന്. അങ്ങനെ ഇദ്ദേഹം നടക്കുന്ന കാലത്ത് ഉപരിചര വസു ഒരിക്കൽ കാട്ടിക്കൂടി പോകുമ്പോൾ ഭദ്രിക എന്ന് പറഞ്ഞൊരു അപ്സരസ് ഒരു ശാപം കാരണം ഒരു മത്സ്യമായിട്ട് ആ കാട്ടിലെ തടാകത്തിൽ കഴിയുണ്ടായിരുന്നു. ഈ മത്സ്യത്തിലാണ് ഈ രാജാവിന് എന്തുണ്ടായത്? 2 ശിശുക്കളുണ്ടായി മത്സ്യത്തിന്റെ ഗർഭത്തിലെ. അങ്ങനെ ഈ മത്സ്യത്തെ മുക്കുവൻ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അതിന് വയറ് കയറി നോക്കിയപ്പം മുക്കുവനെ അപ്പോൾ നോക്കുമ്പോൾ അതിൽ 2 ഉണ്ണികൾ, 2 കുട്ടികൾ, ഒന്ന് ഒരു ആൺകുട്ടിയും ഒന്നൊരു പെൺകുട്ടിയും. അപ്പൊ ഇത് വലിയ അത്ഭുതമാണല്ലോ. ഈ മുക്കുവൻ വല്ലാണ്ട് പരിഭ്രമിച്ചു. മുക്കുവൻ ഇതിനെ കൊണ്ടുപോയി രാജാവിന് കൊണ്ടുപോയി സമർപ്പിച്ചു. ഇങ്ങനെയൊക്കെ വല്ലതും വിശേഷം ഉണ്ടായി രാജാവിനെയല്ലേ അറിയിക്കുക, നമ്മൾ പോലീസിനെ അറിയിക്കില്ലേ? രാജാവിനെ അറിയിച്ചു. അപ്പൊ രാജാവ് മുക്കുവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ആൺകുട്ടി എവിടെ നിർത്തിക്കോളൂ, പെൺകുട്ടി അങ്ങ് കൊണ്ടുപോയി വളർത്തിക്കോളൂ എന്നും പറഞ്ഞു. അങ്ങനെ ആൺകുട്ടി രാജാവിന്റെ കൊട്ടാരത്തിൽ വളർന്നു. ആ ആൺകുട്ടിയാണ് പിന്നീട് മത്സ്യരാജ പരമ്പരയായിട്ട് തീർന്നത്. മനസ്സിലായില്ലേ? മത്സ്യത്തിന്റെ പരമ്പര മത്സ്യരാജാവായിട്ട് തീർന്നു. പെൺകുട്ടിയെ മുക്കുവൻ കൊണ്ടുപോയി വളർത്തിയല്ലോ. ഈ മുക്കുവൻ കൊണ്ടുപോയി വളർത്തിയ പെൺകുട്ടിയാണ് പിന്നീട് കാളി എന്ന പേരിൽ പ്രസിദ്ധി. കാളി എന്നാണ്. കാളിയാണ് സത്യവതി. ആ സത്യവതി വസുവിന്റെ മകളായതുകൊണ്ട് എന്ത് പേരുണ്ടായി? വസുവിന്റെ മകളാണല്ലോ, ഉപരിചര വസുവിന്റെ മകളാണല്ലോ. അതുകൊണ്ട് വാസവി എന്ന് പേരാണ്. ആ വാസവ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇങ്ങനെയൊക്കെ ഓരോന്നിന്റെ അർത്ഥം പറഞ്ഞിറങ്ങിയ നേരം വെളിച്ചായി വൈകുന്നേരം ആവുമെന്ന് അറിയില്ല, ശരിയില്ല, നല്ല അറിഞ്ഞിരുന്നില്ല, ചില വെളിച്ചുണ്ടാവില്ല. അതാണ് വാസവ്യാം കലയാഹരേ. കല എന്ന് പറഞ്ഞ അംശം, ഭഗവാന്റെ അംശം കൊണ്ട് അവതരിച്ച ആളാണ് വേദവ്യാസര്. അതുകൊണ്ട് വേദവ്യാസ ഭഗവാനും ഭഗവാന്റെ അവതാരം എന്നാ പറയുക. മനസ്സിലായില്ലേ? വേദവ്യാസ ഭഗവാൻ അവതാരമൂർത്തിയാണേ. ഭഗവാന്റെ അവതാരമാണ്. അംശം കൊണ്ട് കലച്ച അംശം. അങ്ങനെ ഈ വേദവ്യാസ ഭഗവാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ആശ്രമത്തിൽ കഴിച്ചു കൂടുന്ന സമയത്ത് ഇങ്ങനെ എന്താ ശരി അദ്ദേഹത്തിന്റെ എല്ലാ പ്രകാരങ്ങളുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന കാലത്താണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് നാരദ മഹർഷി വന്നു. അപ്പൊ നാരദ മഹർഷി വന്നപ്പോൾ നാരദര് ചോദിച്ചു വേദവ്യാസരോട്, വേദവ്യാസരെ എന്താ അങ്ങയുടെ മുഖവും ഒരു വെളിച്ചമില്ലല്ലോ എന്ന്. എന്തില്ലല്ലോ എന്ന്? വെളിച്ചം എന്താ? വെളിച്ചമില്ല പറഞ്ഞാൽ ഒരു പ്രസന്നതയില്ലല്ലോ. അകൃതാർത്ഥ യുവപ്രഭു. അകൃതാർത്ഥ യുവപ്രഭു പറഞ്ഞാൽ ഇതൊരു തൃപ്തിയില്ലായ കണ്ണു മുഖത്ത്. തൃപ്തിയില്ലായ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്ത് തൃപ്തിയില്ലായ പറഞ്ഞാല്? തൃപ്തി എന്താ അർത്ഥം? തൃപ്തി അതൊക്കെ ഇപ്പൊ എങ്ങനെയാ പറയുക? തൃപ്തി ഇപ്പൊ 9 കുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികള്. 9 എണ്ണത്തിന് ആദ്യത്തേനെ കൊടുത്തു, കുഴപ്പമില്ല, വല്ലാണ്ട് വിഷമിക്കാണ്ട് കൊടുത്തു. അപ്പോഴേക്ക് രണ്ടാമത്തെ പ്രായമായി, അതിനെയും കൊടുത്തു. അതിനെ കൊടുത്തപ്പോഴേക്ക് ഏതാണ്ട് സ്റ്റേറ്റ് ബാങ്കായിട്ട് നല്ല ബന്ധമായി. പിന്നെ 3ാമത്തേനെ കൊടുത്തപ്പോഴേക്ക് കനറ ബാങ്കായിട്ട്, 4ാമത്തേനെ ഫെഡറൽ ബാങ്ക്, അങ്ങനെ 9 എണ്ണത്തിന് കൊടുത്തപ്പോഴേക്ക് എല്ലാ ബാങ്കുകാരായിട്ട് നല്ല ബന്ധമായി. ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള വിഷമം തീർന്നു കിട്ടി. ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, കടലാസ് ഇങ്ങനെ അയക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ള വിഷമം തീർന്നു കിട്ടി. ആളുണ്ടല്ലോ കൂടെ. അങ്ങനെ എല്ലാം കട്ടായി. ഒക്കെ കട്ടാണ്. ഇനി എന്നെ തീർക്കാൻ നിശ്ചയില്ല. എന്നാലും ആ 9ാമത്തെ കുട്ടി അങ്ങോട്ട് കൊടുത്തു. അന്ന് ഉച്ചയ്ക്ക് വെളി കഴിഞ്ഞ് അവരൊക്കെ ഇങ്ങോട്ട് പോയി ഇരുന്നാൽ എല്ലാ ആളുകളും പോകുമല്ലോ. ഒക്കെ ഉരുളിയൊക്കെ കമഴ്ത്തി എല്ലാവരും പോകില്ലേ. എല്ലാവരും പോയിട്ട് അച്ഛനാ പൂമുഖത്തിരുന്നിട്ട് വലിയ ഭാര്യയോട് പറഞ്ഞു ഭർത്താവ്, എന്നാലും അങ്ങോട്ടേ ആശ്വാസം വിട്ടില്ലേ. അതിന്റെ പേരാ തൃപ്തി. എന്ത്? ബാങ്കുകാരൊക്കെ വിളിച്ചാകുമ്പോൾ വരാൻ നിൽക്കുന്നുണ്ട്. എന്നാലും 9 ആളെയും ഞാൻ കൊടുത്തു, എന്നെ കൊണ്ട് പറ്റണ മാതിരി എന്നൊരു എന്തുണ്ട് ഉള്ളില്. ശേഷം ഇനി എന്താ വെച്ചാൽ അവിടെ നോക്കാലോ. കുട്ടികളുടെ കാര്യം നേരെയായില്ലോ. ഇനിയിപ്പോൾ അവരുടെ കാര്യം വിഷമിക്കില്ല, അവനവൻ്റെ കാര്യമില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ആവട്ടെ. ആ ഒരു തൃപ്തി ഉണ്ട്. എന്താ അത്? അവർക്ക് മഹാകേമായി എന്നല്ല, അവനവനെ കൊണ്ട് ആവണ മാതിരി
ഒരു കൂട്ടൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്തു കൊടുത്തു കുട്ടികൾ എന്നുള്ള തോന്നലുകൊണ്ട് ഹൃദയത്തിൽ ഉണ്ടാവണ ഒരു ഭാവമില്ല. ആ ഭാവത്തിന്റെ പേരാണെന്ത്? തൃപ്തി. അപ്പൊ മനസ്സിലായില്ലേ തൃപ്തി എന്താണെന്ന്? അത് പ്രധാനമാണ്. പക്ഷെ അത് മുഖത്ത് കാണും. തൃപ്തി ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് പറയും? മുഖത്ത് ഒരു അന്തല്യായ ഉണ്ടാവും, ഒരു വേവലാതി വെപ്രാളം കഥയിലായ. അങ്ങയുടെ മുഖത്ത് അത് കാണുന്നുണ്ടല്ലോ. എന്താ വേദവ്യാസരെ അങ്ങനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ നിശ്ചല്യക്ക് അങ്ങനെ ഉണ്ട്, സംശയമില്ല, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാന്നും പറഞ്ഞു. അപ്പം ഭഗവാൻ വേദവ്യാസരത് പറഞ്ഞപ്പോൾ നാരദര് പറഞ്ഞു, എന്താ ശണ്ടോ അങ്ങ് പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അതെന്തിന്റെ വയ്യായി എന്നറിയും. അങ്ങിപ്പം വേദങ്ങൾ 4 ഭാഗിച്ചു, ശിഷ്യന്മാരെ പഠിപ്പിച്ചു, അതൊക്കെ ഉണ്ടായി, മഹാകേമായി, നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ വേദത്തിന്റെ അർത്ഥം വിസ്തരിച്ച് ഉപദേശിച്ച് ശിഷ്യന്മാരെ കേമന്മാരാക്കാനായിട്ട് എന്ത് ചെയ്തു? മഹാഭാരതം പോലുള്ള ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി അതും ഉപദേശിച്ചു, അതൊന്ന് കേമായി. പുരാണങ്ങളൊക്കെ ഉണ്ടാക്കി, അതും നന്നായി, വളരെ നന്നായി. പക്ഷെ എന്താ ശണ്ടോ അങ്ങ് ഇതൊക്കെ ചെയ്തു, ഭാരതമൊക്കെ മഹാകേമായിട്ട് എഴുതി വിസ്തരിച്ചപ്പോഴും എന്ത് ചെയ്തില്ല? അങ്ങ് ഭഗവത് കഥ വേണ്ട മാതിരി അങ്ങോട്ട് വിസ്തരിച്ചില്ല. ഈ ഭഗവത് കഥ വേണ്ട മാതിരി അങ്ങ് വിസ്തരിക്കായോണ്ടുണ്ടായ വിഷമാണ് അങ്ങക്ക്. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാല്, നോക്കൂ, നമ്മൾക്ക് ഈ നാവ് അല്ലെങ്കിൽ കയ്യ്, കണ്ണ്, കാല്, ഇന്ദ്രിയങ്ങള്, അതുപോലെ ഈ അവയവങ്ങൾ, ഈ ശരീരം മുഴുവനും എന്തിനു കിട്ടിയതാണെന്നറിയൂ? ഭഗവാനെ ഭജിക്കാനാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാണ്ട് നമ്മൾ വേറെ ഒരു കൂട്ടം ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യേ. ഇപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചാല് അങ്ങനെ പറയാൻ കാരണം, ഇപ്പൊ മഹാഭാരതത്തില് ഭഗവാനെ കുറിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടൊക്കെ ഇട്ട ഭഗവാന് പ്രാധാന്യം ഇല്ലെന്നില്ല. പക്ഷെ എന്താ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും കഥ നല്ലോണം വിസ്തരിച്ച കൂട്ടത്തിൽ ആ കഥയ്ക്ക് ഭംഗി കൂട്ടണ മാതിരി എന്ത് പറഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ പറഞ്ഞില്ലേ? അപ്പൊ പാണ്ഡവന്മാര് ജനിച്ചത്, അവർക്ക് ചോറൂണ് കഴിഞ്ഞത്, അവർ സ്കൂളിലേക്ക് പോയത്, അവർ കോളേജിൽ പഠിച്ചത്, വെളി കഴിച്ചത്, അവരുടെ ഉദ്യോഗം ഭരിച്ചത്, അവരുടെ എല്ലാ ചരിത്രം അക്കട്ടക്കട്ടെല്ലാം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തില്. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഭഗവാന്റെ കഥ എപ്പോഴാണ് വരണത്? ആ പാഞ്ചാലി സ്വയംവരത്തിന്റെ സമയത്താണ് ഈ ഭഗവാൻ ഭാരതത്തിൽ വരണത് തന്നെ നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷം പറഞ്ഞത് എവിടെയെന്നറിയൂ? പാഞ്ചാലി സ്വയംവരം നടക്കുന്ന സമയത്ത് ആ സഭയില് പാണ്ഡവന്മാരിങ്ങനെ ആ അരക്കില്ലത്തിലെ ബന്ധു എന്നൊക്കെയുള്ള മട്ടിൽ ലോകത്ത് പ്രസിദ്ധമായിട്ടിരിക്കുന്ന സമയത്താണല്ലോ ആ വാരണാവതത്തില് കഴിഞ്ഞുകൂടി അവിടുന്ന് ഒരു കാട്ടിക്കൂടിയൊക്കെ നടന്നു പോകുന്ന എവിടെ എത്തി? ബ്രാഹ്മണന്റെ ഇല്ലത്തെത്തിയില്ലേ? ഏകചക്ര എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്ന് താമസിച്ചു. അവിടെ വന്ന് താമസിക്കുന്ന കാലത്താണ് വേദവ്യാസർ പറഞ്ഞ കുറെ കാലയിൽ ഇവിടെ താമസിക്കുന്നു, ഇനി പാഞ്ചാലത്തേക്ക് പോയിക്കോളൂ, ഒരിക്കലും തന്നെ ഇങ്ങനെ താമസിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പാഞ്ചാലത്തേക്ക് പോകുമ്പോഴാണ് ബ്രാഹ്മണർ ഇങ്ങനെ പോവുക. എന്തിന്? പാഞ്ചാലി സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഉണ്ണികൾ ഇങ്ങനെ പോകുന്നതൊട്ടപ്പോൾ ചോദിച്ചു, 5 പേരും അമ്മയുണ്ടല്ലോ കൂടെ. അപ്പൊ ഒരു ബ്രാഹ്മണരുടെ വേഷത്തിലാണ് നടക്കുന്നത്. കണ്ടാ തോന്നുന്നു അമ്മയും 5 മക്കളും ഏതോ ഇല്ലത്തെ കുട്ടികളാണെന്നാണ് നിരീക്ഷിച്ചതേ. അപ്പൊ എന്ത് നിരീക്ഷിച്ചു? ഈ വേദവ്യാസരെ പറഞ്ഞോൾക്ക് കേട്ട് ഇവര് പാഞ്ചാലത്തേക്ക് പോകും. ബ്രാഹ്മണർ ചോദിച്ചു, എവിടേക്കാ? ഞങ്ങൾ പാഞ്ചാലത്തേക്ക്. നന്നായി, ഞങ്ങൾ അങ്ങടാണ്. അപ്പൊ എന്താ വിശേഷം? അവിടെ അറിഞ്ഞില്ലേ? ഇല്ലേ, പാഞ്ചാലിയുടെ വിവാഹമാണ്. എപ്പോഴാ അത്? ആയിട്ടില്ല. പോന്നോളൂ, ഞങ്ങൾ അങ്ങടാ, പോന്നോളൂ, ഉണ്ണിയോളും പോന്നോളൂ. അങ്ങനെ ഈ ഉണ്ണിയോളെയും കൂട്ടി, ഏത് ഉണ്ണിയോളെ? 5 എണ്ണത്തിനെയും കൂട്ടി അമ്മയും കൂടെ പോകുന്നു. അങ്ങനെ ഇവർ 5 പേരും ആരുടെ കൂടെ? ബ്രാഹ്മണരുടെ കൂടെ. അങ്ങനെ എല്ലാവരും കൂടി പാഞ്ചാലത്തിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ അപ്പോഴേക്ക് തിക്കും തിരക്കായേക്കണേ. രാജാക്കന്മാരൊക്കെ അങ്ങനെ സിംഹാസനം കസേരയിലിരിക്കണം. ബ്രാഹ്മണർക്കൊക്കെ ആവണം പലകയുണ്ട് അവിടെ ഇരിക്കണം. അവരൊക്കെ ഇരുന്നു. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ തിരക്കായപ്പോഴാണ് കുട്ടികളൊക്കെ പിമ്പിലെ സീറ്റ് കിട്ടിയത്. മുമ്പിലൊക്കെ വലിയ തടിയന്മാരിങ്ങനെ ഇരിക്കണമുണ്ട്. ചെറിയ കുട്ടികളല്ലേ, അവർ കഴുത്തൊക്കെ നീട്ടി കല്യാണം കാണാൻ ഇങ്ങനെ നീട്ടി. ഏതാ കുട്ടികള്? ഏതപ്പോ ഈ ഉണ്ണികൾ 5 എണ്ണം? ബ്രാഹ്മണ ബാലന്മാർ 5 പേര് ഉണ്ണികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വിപിറ്റുകൾ ഇങ്ങനെ തല നീട്ടിയിട്ട് അപ്പുറത്തൊന്നും കാണാനില്ലേ. അപ്പൊ ഏതോ ഒരു വലിയ കാരണവര് പറഞ്ഞു, ഉണ്ണികളെ ഇങ്ങനെ കഴുത്ത് നീട്ടി നരകിക്കേണ്ട, ഉണ്ണികളാ മുമ്പിലേക്ക് അങ്ങോട്ട് നിരങ്ങി അങ്ങോട്ട് പോയിക്കോളൂ. അങ്ങനെ തടിയന്മാരുടെ ഇടയിൽ കൂടി നിരങ്ങി ആര് മുമ്പിലെത്തി? പാഞ്ചാലി സ്വയംവരത്തിന് മുമ്പിലെത്തി. അപ്പൊ മുമ്പിൽ ഈ പാണ്ഡവന്മാരിങ്ങനെ വന്നിരിക്കുമ്പോൾ അവിടെ കസേരയിലെ രാജാക്കന്മാരിരിക്കണം. പിന്നെ അപ്പുറത്ത് മഹാത്മാക്കൾക്ക് പ്രത്യേകതയായിട്ടുള്ള സീറ്റ് ഉണ്ട്. ആ സീറ്റിൽ 2 എണ്ണത്തിൽ 2 ആളിരിക്കേണ്ട. ഏട്ടനെ മീനും രാമേട്ടനും. രാമേട്ടൻ? ബലഭദ്രസ്വാമിയോട് കൂടിയിട്ട് വന്നിരിക്കുകയാണ്. 2 കൂടി വന്നിരിക്കുക. അപ്പൊ അതിൽ ശ്രീകൃഷ്ണ ഭഗവാൻ രാമേട്ടന്റെ കാലിൽ തുടയുമ്പോഴത്തോണ്ടി ഇതുണ്ണിയെ ചോദിച്ചു. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. ആ കണ്ണട ഇന്ന് തുടച്ച് നോക്കുക കേട്ടാ, എന്താ? അപ്പോഴാണ് വലിയേട്ട കണ്ണട തുറച്ച് നോക്കിയപ്പോ മിണ്ടണ്ട. എന്താ? നമ്മുടെ പാണ്ട് ഔവേ മിണ്ടണ്ട, മനസ്സിലായില്ലേ? അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്ത? അർജുനെ കണ്ടപ്പോ മനസ്സിലായി. പാണ്ഡവന്മാർക്ക് ഭഗവാനെ മനസ്സിലായി. ഭഗവാൻ മിണ്ടിയില്ല. എന്താ കാരണം? അന്ന് പത്രത്തിലൊക്കെ ആ കാലത്ത് എന്താ വന്നത്? പാണ്ഡവന്മാർ അരക്കത്തിൽ ബന്ധു മരിച്ചുപോയി എന്ന് പ്രസിദ്ധിയുണ്ട്. ദുര്യോധനാണെങ്കിൽ അവിടെ ലഡു വിതരണം ചെയ്യാൻ അവിടെ ഏർപ്പാടാക്കിയിട്ട് എല്ലാം എത്ര ദിവസമായി, മാസങ്ങളോളം വിതരണം. സന്തോഷം സഹിക്കാൻ വയ്യായിട്ട് 5 എണ്ണം കൂടി ഒന്നിച്ച് ചത്തതിന്റെ സന്തോഷമാണ്. എന്ത് ചെയ്യണം? ലഡുവിന്റെ കാശ് പോയി എന്നല്ലാതെ.
പാണ്ഡവന്മാരില്ല എന്നുള്ള ലോകനാട്യത്തിൽ ഭഗവാൻ ഇരുന്നു മിണ്ടാതിരുന്നു. അവിടെ വെച്ച് ആദ്യമായിട്ട് നമ്മൾ ആരെ കാണുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സഭയിലിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് മഹാഭാരതത്തില് ഭഗവാന്റെ സാന്നിധ്യം കാണാം. അതിന്റെ മുമ്പ് ആരുടെ കഥ പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് എവിടെയാണ്, എങ്ങനെയാ ജനിച്ചത്, എന്തൊക്കെയാ ഭഗവാന്റെ കഥ ഉണ്ടായത്, ഭഗവാൻ എന്താ ചെയ്തത്, എങ്ങനെ, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങോട്ട് തുടങ്ങുകയാണ് ആരുടെ പുറപ്പാട്? ഭഗവാന്റെ. പാണ്ഡവന്മാരുടേത് അങ്ങനെയല്ല, സംഗോപംഗം. അതാണ് അപ്പം നമ്മൾ വേണ്ടത്. കാര്യം ശരി, ഭഗവാന്റെ കഥയില്ലാച്ചാൽ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും കഥയൊന്നും വലിയ ഭംഗിയൊന്നും ഇല്ല. മഹാഭാരതം പുസ്തകം വേറെ ജാതിയിൽ എഴുതേണ്ടി വരും. എന്നാലും ഭഗവാൻ അങ്ങനെ അങ്ങോട്ട് എടുത്തു പിടിച്ചിട്ട് എന്ത് ചെയ്തില്ല അങ്ങ്. അതുകൊണ്ട് എന്ത് ചെയ്യൂ, ഭഗവത് കഥ നല്ലോണം വിസ്തരിച്ചോളാം. അതുകൊണ്ട് ഉണ്ടാവും പോലെ നന്മ വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്നെ നോക്കൂ, ഞാൻ അങ്ങനെ ചെയ്തേ. ആര് പറഞ്ഞു? വേദവ്യാസര്. എന്താ വേദവ്യാസരോട് പറഞ്ഞു കൊടുത്തു നാരദ മഹർഷി, ഞാൻ പണ്ട് അങ്ങ് എന്നെ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ കേട്ടോളൂ എൻ്റെ കഥ. പണ്ട് ഞാൻ ആ ബ്രാഹ്മണൻ്റെ ഇല്ലത്തെ ദാസിയായിരുന്നു എൻ്റെ അമ്മ. അവിടെ അമ്മയുടെ കൂടെ ഇങ്ങനെ ദാസന്മാരായിട്ട് കഴിച്ചു കൂട്ടി. അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയുള്ള വേറെ ആരും ഇല്ലേനും. അക്കാലത്ത് ബ്രാഹ്മണന്റെ ഇല്ലത്തേക്ക് കുറച്ച് ഋഷീശ്വരന്മാർ വന്നു, മഹർഷിമാർ വന്നു. ഈ മഹർഷിമാർ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു, നല്ലോണം അങ്ങോട്ട് സൽക്കരിച്ചു. അവരെ വേണ്ട മാതിരി അങ്ങോട്ട്. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഈ അതിഥികൾ വന്ന വലിയ സന്തോഷം കൊണ്ട് അങ്ങോട്ട് വയ്യണ്ടേ എന്നൊക്കെ അതിഥികൾ വന്നു. എന്നപ്പോൾ അതിഥികൾ വന്ന അതോടെ നമ്മൾ എന്ത് ചെയ്യും? പറയണ്ട, സന്തോഷം ഉണ്ടാവുന്നത്. നമുക്കങ്ങനെ ദേഷ്യം വരും. ഒറ്റോളൊക്കെ കൂടി കെട്ടിപ്പേറി വന്നേക്കണം, സ്കൂൾ കുട്ടിയെന്നും പറഞ്ഞിട്ട് എന്നാ പോവുക, കഷ്ടം തന്നെ, എന്താ ചെയ്യുക എങ്ങനെ എന്നൊക്കെ നമ്മൾ ഉള്ളിൽ നിരീക്കും. പുറത്തേക്കൊക്കെ വലിയ പഞ്ചാര വർത്തമാനം ഒക്കെ പറയും കാണിക്കും വെച്ചാൽ ഉള്ളിലൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. പൊതുവേ ലോകപ്പം അങ്ങനെയാണ്. പണ്ടൊന്നും അങ്ങനെയില്ല. അതിഥികൾ വന്ന വലിയ സന്തോഷം. ഈ ഋഷിമാരെ കണ്ടപ്പോൾ സന്തോഷമായിട്ട് അവരോട് സൽക്കരിച്ചിരുത്തിയപ്പോൾ ഋഷിമാര് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഞങ്ങൾക്ക് സന്തോഷമായിട്ടോ, ഏതായാലും ഇത്തവണത്തെ ചാതുർമാസി അങ്ങയുടെ ഇല്ലത്തായിക്കോട്ടെ എന്നും പറഞ്ഞു. ബ്രാഹ്മണന് വലിയ സന്തോഷമായി. ചാതുർമാസി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഞാൻ മനസ്സിലാവാൻ വഴിയില്ല. നമ്മുടെ നാട്ടിൽ അജാതിയൊന്നും ഇല്ല. ചാതുർമാസി എന്ന് പറഞ്ഞാലേ അതിപ്പോൾ ഇപ്പൊക്കെ കുറേശ്ശൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങി ഉത്തരേന്ത്യക്കാരായിട്ടുള്ള സംസർഗം കൊണ്ടേ. ചാതുർമാസി എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലം തുടങ്ങുന്ന ആരംഭത്തിൽ 4 മാസം. നമ്മുടെ നാട്ടിലെ ഇടവപ്പാതി തുടങ്ങില്ലേ, അവിടെ നിന്ന് ഉത്തരേന്ത്യയിലോ ഇടവപ്പാതി തുടങ്ങില്ല. ഒരു കർക്കിടമൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങി. കർക്കിടം, ചിങ്ങം, കന്നി, തുലാം 4 മാസം നല്ല മഴയായിരിക്കും വടക്കേ ഇന്ത്യയിലൊക്കെ. അപ്പം ആ മഴ ഇങ്ങോട്ട് പെയ്യുമ്പോൾ പുഴയൊക്കെ കവിയും, തോട് കവിയും, എല്ലാ ദിക്കിലും കവിഞ്ഞൊഴുകി വന്നാൽ വെള്ളം അങ്ങനെ സകല ദിക്കിലും നടക്കാനൊന്നും പറ്റില്ല. പിന്നെ സ്വതന്ത്രമായിട്ട് നമുക്ക് വിചാരിച്ച മാതിരി എങ്കിലും മഴക്കാലത്ത് കുണ്ടും കുഴിയും വെള്ളമൊക്കെ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും പതിവ് നടക്കാൻ വിഷമാണ്. ഇപ്പം പാടത്തെ വരമ്പത്തേക്ക് കൂടി നമ്മൾ പോകണ മാതിരി മഴക്കാലത്ത് പോകാൻ പറ്റുമോ? പോയാൽ പിന്നെ തീരുമാനമായി. എന്താ കാരണം? വല്ല കുഴിയിലൊക്കെ വീണ ആരെങ്കിലും കാണുമോ? വെള്ളം ഏതാ, കുഴി ഏതാ, കുണ്ട ഏതാ മനസ്സിലാവുമോ? അതൊന്നും അതുകൊണ്ട് ഈ മഹർഷിമാര്, സന്യാസിമാര്, യോഗീശ്വരന്മാര് സഞ്ചാരികളായിട്ടിരിക്കണ കൂട്ടര് അവരെന്ത് ചെയ്യില്ല, ഈ മഴക്കാലത്ത് 4 മാസം നടക്കില്ല. സഞ്ചാരം മതിയാക്കിയിട്ട് വല്ല മഠത്തിലോ വല്ല ആശ്രമത്തിലോ വല്ല പർണശാലയിലോ വല്ല ഗുഹയിലോ കയറിയിരുന്ന് 4 മാസം തപസ് ചെയ്ത് ഉപാസിക്കും. ഈ തപസ് ചെയ്ത് ഉപാസിച്ച് 4 മാസം ഇരിക്കണ ആ 4 മാസക്കാലത്തെ ഉപാസനയുടെ പേരാണ് എന്ത്? ചാതുർമാസ്യ വ്രതം. മനസ്സിലായോ? ഈ ചാതുർമാസ്യ വ്രതം നമ്മുടെ ഇല്ലത്തായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, സന്തോഷമായി. അങ്ങനെ ആ ബ്രാഹ്മണരെ അവിടെ സന്തോഷിപ്പിച്ച്, ബ്രാഹ്മണൻ ഈ വന്ന ഋഷിമാരെ സന്തോഷിപ്പിച്ചിരുത്തി. അപ്പം ഇവർക്ക് വേണ്ടത് ഉണ്ണാനും അവർക്ക് കൊടുക്കാനും നമസ്കരിക്കാനും ജപിക്കാനും അതുപോലെ തന്നെ സന്ധ്യാവനാദികൾ ചെയ്യാനും പൂജ കഴിക്കാനും ഭജന കീർത്തനങ്ങൾ പാടാനും ഒക്കെ ഏറ്റിനാര് സൗകര്യം ചെയ്തു കൊടുത്തു ബ്രാഹ്മണൻ. ഈ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. ഒക്കെ ഒരാളും കൂടി വേണം, ഒന്ന് എടുക്കാനും വെക്കാനും ഒക്കെ. ഒന്നും എടുക്കോ, ഒന്നങ്ങോട്ട് വെക്കൂ. ഒരാൾ സഹായത്തിന് ഇല്ലെങ്കിൽ വലിയ പാടാണ്. അപ്പം അതുകൊണ്ട് ആരെപ്പം ഈ ഉണ്ണിയെ അങ്ങോട്ട് ഏർപ്പാടാക്കി കൊടുത്തു. ആർക്ക്? ഉണ്ണിയെ. അവരുടെ കാര്യം നോക്കണം. ആ ഉണ്ണി മിട്ടുക്കൻ 4-5 വയസ്സേയുള്ളൂ. എന്നാലും എന്താ അതിൻ്റെ മിട്ടുക്ക്? അവരുടെ കൂടെ ഇങ്ങോട്ട് കൂടി അവർക്ക് പൂവും മാലയും ദേവാരം കഴിക്കാനുള്ളതും പലകയും വെള്ളവും അങ്ങനെ അവരുടെ കൂടെ ഇങ്ങോട്ട് കൂടി. എന്നാൽ അവരുടെ ദേവാരമൊക്കെ കഴിഞ്ഞാൽ വേണമെച്ചാൽ കുറച്ച് നേരം എപ്പോഴൊന്നും പണിയൊന്നും ഉണ്ടാവില്ല. ഒഴിഞ്ഞ നേരത്തെ വേണമെങ്കിൽ ആ പറമ്പിൽ പോയി കുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകാൻ ഒരു വിഷമവുമില്ല. പക്ഷെ അതിനൊന്നും ആര് പോയില്ല? ആ ഉണ്ണി പോയില്ലേ? സദാ അവരുടെ കൂടെ ഇങ്ങോട്ട് കൂടി, മഹർഷിമാരുടെ കൂടെ കൂടിയേ. അപ്പൊ മഹർഷിമാരുടെ കൂടെ കൂടണമെന്ന് മാത്രമല്ല, അവർ ജപിക്കുമ്പം ഇത് ജപിക്കാനൊന്നും അറിയില്ല, എന്നാലും അത് ശ്രദ്ധിച്ചിരിക്കും. അവർ കഥ പറയുമ്പം എന്തോ ഒരു ശ്രദ്ധേയതിന് ഭഗവത് കഥ പറയുമ്പോഴേ അവർ നമസ്കരിച്ച് കീർത്തനങ്ങൾ പാടുമ്പോഴോ ആ കീർത്തനങ്ങൾ കേട്ട് അങ്ങനെ താളം പിടിച്ചിരിക്കും. അവരും നമസ്കരിക്കും. ഇതിനങ്ങനെ നിശ്ചയില്ല, എന്നാലും അത് വീണ് നമസ്കരിക്കും. അവര് സാഷ്ടാംഗം നമസ്കരിക്കും, ഇത് ദണ്ഡ നമസ്കാരം ചെയ്യും, വടി വീണ മാതിരി. അത്രയ്ക്കല്ലേ അറിയുള്ളൂ. മഹർഷിമാര് ചിന്തിച്ചു, ഇത് തരക്കടില്ല. എന്താ കാരണം? നല്ല കഥയുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കഥയുണ്ടാവില്ല, തോണ്ടാൻ പോകുക അപ്പോഴേക്ക് അപ്പുറത്തേക്ക്. ഇത് എന്താല്ലേ എന്തൊരു സമ്പ്രദായം! അത്രയ്ക്ക് കൃത്യത, എല്ലാം ശ്രദ്ധ.
മഹർഷിമാർക്ക് ഇഷ്ടമായി. മഹർഷിമാരെന്ത് ചെയ്തു? ആ ഉണ്ണിയെ, ശൂദ്രബാലനായ ഉണ്ണിയെ അടുത്തേക്ക് വിളിച്ചിട്ട് നല്ലോണം ഒന്ന് മനസ്സിരുത്തിയിട്ട് വിചാരിച്ചു ഇനി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, നല്ല കഥയുള്ള ഉണ്ണിയാണേ. അവരെന്ത് ചെയ്തു? ചക്രോഹൃപാം ചക്രോഹൃപാം യദ്യപി തുല്യദർശനാഹ ശുശ്രൂഷമാണേ മുനയോൽപഭാഷിണി. ആ മഹർഷിമാര് എന്റെ നേരെ കൃപാം ചക്രോ എന്നാണ്. കൃപാം ചക്രോ എന്ന് പറഞ്ഞാൽ കൃപ കാണിച്ചു, കാരുണ്യം കാണിച്ച്. ആ മഹർഷിമാരെ ഉണ്ണി അടുത്തേക്ക് വിളിച്ചിട്ട് അതിനങ്ങോട്ട് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു, മഹാമന്ത്രം. ഈ മന്ത്ര ഉപദേശമായിട്ട് വാങ്ങി ഉണ്ണി നല്ലോണം ഹൃദയത്തിൽ ഉപാസിച്ചു, മന്ത്രോപാസന ചെയ്ത്. അങ്ങനെ ചാതുർമാസ്യമൊക്കെ കഴിഞ്ഞു. മഹർഷിമാരെ ഉണ്ണിയെ അനുഗ്രഹിച്ച് പോവുകയും ചെയ്തു. നോക്കൂ, ഇതിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് മന്ത്രം കൊടുക്കുകയാണേ. സാധാരണ നമ്മളൊക്കെ വല്ല മന്ത്രം വേണം ചെന്ന് അദ്ദേഹത്തെ ചെന്ന് ഗുരുനാഥനെ ചെന്ന് നമസ്കരിച്ച് തൊഴുത് അദ്ദേഹത്തിനെ കുറെ കാലം അദ്ദേഹത്തെ ചെന്ന് ഉപാസിച്ച് എന്നിട്ട് അദ്ദേഹം നോക്കും ഇത് കഥയോ ബോധമൊക്കെ ഉള്ളതാണോ എന്നൊക്കെ നോക്കി കൊടുത്താൽ വാങ്ങാൻ പ്രാപ്തി ഉണ്ടോ എന്ന് നോക്കി പരീക്ഷിച്ചും നിരീക്ഷിച്ചൊക്കെ തരുള്ളൂ മന്ത്രം. എനിക്കാണ് ഇതൊന്നും ഉണ്ടായില്ല. എന്താ കാരണം? അതിനൊന്നും കഥയില്ല, അത്രയ്ക്ക് പ്രാപ്തി ഉള്ളതാണേ. മനസ്സിലാവണില്ലേ? നല്ല പ്രാപ്തി ഉള്ളതാണ്. അതുകൊണ്ടാണ് വിളിച്ചിരുത്തി കൊടുത്തതേ. അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഈ മഹർഷിമാര് പോയപ്പോഴും ഈ കുമാരൻ എന്ത് ചെയ്തു? ആ മഹർഷിമാര് തന്ന മന്ത്രം നല്ലോണം ഉപാസിച്ചു. അങ്ങനെ ഉണ്ടായത് നല്ലോണം. നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രമുള്ളവരൊക്കെ ഉണ്ടാവും, അതൊന്നും ഒരു കഥയില്ല, കണ്ടിട്ടില്ല, ഒരു കഥയില്ല. അങ്ങനെയൊന്നുമല്ല, നന്നായി ഉപാസിച്ചു. കാലം പിന്നെയും കുറെ കഴിഞ്ഞു. മഹർഷിമാരൊക്കെ ചാതുർമാസം കഴിഞ്ഞ് പോയപ്പോൾ ഈ ഉണ്ണി എന്ത് ചെയ്തു? അമ്മയും ഉണ്ണിയും കൂടി അവിടെ ഇല്ലത്തെ അടിച്ചലിയൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി. അക്കാലത്ത് ഒരു ദിവസം ഈ അമ്മ എന്തേ ചെയ്തു വെച്ചാൽ ഇല്ലത്തെ പശുവിനെ കറക്കാനായിട്ട് പോയതാ. പശുവിനെ കറക്കാനായിട്ട് പോയ സമയത്ത് ഈ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതി അങ്ങോട്ട് പോകുമ്പോൾ ആ മതിലിന്റെ ഇടയ്ക്ക് ഒരു പാമ്പ് ഉണ്ടായിരുന്നു. സന്ധ്യയല്ലേ, കണ്ടു, ഇല്ല ചവിട്ടും ചെയ്തു. പാമ്പ് കടിച്ചു, ആര് മരിച്ചു? അമ്മ മരിച്ചു. ഈ അമ്മ മരിച്ച സമയത്ത് എന്തേപ്പം ഉണ്ടായേ ചോദിച്ചാൽ സാധാരണ ഇപ്പൊ ഇങ്ങനെയൊക്കെ ദുരിതം അമ്മയ്ക്ക് മകനും മകൻ അമ്മയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ അമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതോടെ മതിയൊക്കെ അല്ലേ ചെയ്യാ? മതി, ഇതിപ്പോ ഇത്രയും കാലം ഭഗവാനെ ഉപാസനപ്പിക്ക് ഇപ്പൊ അങ്ങനെ ദുരിതല്ലേ ഉണ്ടായതെന്ന് ഇനി മതി എന്നൊക്കെ പറഞ്ഞാൽ മതിയാക്കി പോവില്ലേ? അതിനാരും നിന്നില്ല. നല്ല വിവരമുള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ ആരെ? ഈ ഉണ്ണിയെ. അതുകൊണ്ട് ആ ഉണ്ണി മതിയാക്കിയില്ല. ഉണ്ണി എന്ത് ചെയ്തു? ഇങ്ങനെ ചിന്തിച്ചു, എന്തായാലും അമ്മ ഭഗവാന്റെ അടുത്തേക്ക് പോയി, ഇപ്പൊ തനിക്കിപ്പോ എവിടേക്കാ പോകാനുള്ളത്? ഭഗവാന്റെ അടുത്തേക്ക് ഇനിയെ പോകേണ്ടത്. അമ്മ അദ്യേ പോയി, ഞാനിപ്പോൾ കുറച്ച് താമസിച്ചാലും അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ കുമാരൻ ചിന്തിച്ചു. പിന്നെ എന്തേ ചിന്തിച്ചു വെച്ചാൽ വേണമെങ്കിൽ ഇപ്പൊ അമ്മ പോയപ്പോഴും പരിഭ്രമിക്കാനൊന്നും ഇല്ല. എന്തേ വേണ്ടു? അമ്മ പോയിച്ചിട്ട് വിഷമമൊന്നുമില്ല. ഇവിടെ കഴിച്ചു കൂട്ടിയാൽ ഇവിടെ ഉണ്ണാനും ഉടുക്കാനും വേണ്ടതൊക്കെ കിട്ടും. എന്ന് വെച്ചാൽ ഇവിടുത്തെ പണിക്കാരാണല്ലോ, ഒരു പാരമ്പര്യമായിട്ട് ഇവിടുത്തെ പണിക്കാരല്ലേ. അപ്പൊ അവിടെ ഇപ്പൊ കഴിച്ചു കൂട്ടാനുള്ള സൗകര്യം ഉണ്ട്. ഉണ്ണാനൊന്നും അവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് കഴിഞ്ഞു കൂടിയാൽ പാരമ്പര്യ പണിക്കാരാണ്. അപ്പൊ എന്തായാലും അവർക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ലേ. അവിടെ ഉണ്ണാനും ഉടുക്കാനൊന്നും മുട്ടാനാഥായിട്ട് പോകുന്നില്ല. ആഹാരം മുട്ടി പോവുക, കടന്നുറങ്ങാൻ വിഷമിക്കൊന്നുമില്ല. ഇവിടെ കഴിച്ചു കൂട്ടിയാൽ. പക്ഷെ ഈ ഉണ്ണി കുറെ കേമനായതുകൊണ്ട് ഉണ്ണി ചിന്തിച്ചു, എന്താ വെച്ചോ മനുഷ്യന്മാരെയൊക്കെ നമ്മൾ എത്ര സേവിച്ചാലും ഇത്രയും എന്താ? അതെന്താ അങ്ങനെ? മനുഷ്യന്മാരെയൊക്കെ നമ്മൾ എത്ര ഇനിയിപ്പോൾ ആരെ സേവിച്ചോളൂ, വഹിക്കണ കാലത്തൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. വയ്യണ്ടേ അയ്യൽ 56 നമുക്ക് വയ്യണ്ടേ എന്നാ ഉണ്ടാവില്ല. എന്നാലും അവർക്ക് തോന്നി നമുക്ക് വയ്യണ്ടേ എന്ന്. അപ്പോഴാണ് നമുക്കിപ്പം ചെറുപ്പമായത് തന്നെ. എന്നാലും നമ്മൾ പിരിച്ചു വിടും. ശരിയല്ലേ ഇത്? അതങ്ങനെയാണ്. വഹിക്കണ കാലത്തൊക്കെ എല്ലാവർക്കും വലിയ. പണ്ട് ഇല്ലത്തൊരു പണിക്കാരുണ്ടായിരുന്നു, നന്നായി അവൻ പണിയെടുക്കും. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മുത്തശ്ശൻ പറഞ്ഞു, അതെ നാരായണ തിരുമേനി, തനിക്കിപ്പോൾ പ്രായമായില്ലേ, ഇപ്പൊ താൻ അങ്ങോട്ട് പോയിക്കോളൂ തൻ്റെ കുടുംബത്തേക്ക്. വയസ്സായില്ലേ, വലിയെങ്കിലും വേണം കഷ്ടാവേ. തൻ്റെ മകൻ മാധവനെ അയച്ചോളൂ എന്നും പറഞ്ഞു പണിക്ക്. മാധവനായി ഇവിടെ പണിക്ക്. കുറെ കാലം മാധവൻ പണിയെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് പ്രായപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെ മാധവ അങ്ങനെയൊക്കെ വയ്യണ്ടേ ഇല്ലേ, ഒരു കാര്യം ചെയ്യൂ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തേക്ക് പോയിക്കോളൂ, ഞങ്ങളുടെ മകൻ ദാമോദരനെ ഇങ്ങടെ അയച്ചോളൂ എന്ന് പറയും. ഇപ്പൊ ദാമോദരനെ വിളിക്കാരൻ. നമുക്ക് എന്തേ വേണ്ടു? നമ്മുടെ പണി നടക്കണം. അത് മാധവനായാലും നാരായണനായാലും ദാമോദരനായാലും നമുക്ക് വിരോധമൊന്നുമില്ല. പണി നടക്കണം. ഈ പണിയെടുത്ത് പോയി കിടപ്പിൽ അയാളുടെ കാര്യം നമുക്ക് വല്ല വിവരമുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും അപ്പുറത്തെ ഭാഗത്ത് നാളികേരിടാൻ പോണ സമയത്ത് ആദ്യം അവിടെ ഇടവഴിയുടെ അവിടെ നിന്ന് നോക്കിയിട്ട് പാവ 1.5 കിലോമീറ്റർ നീളത്തിലൊരു പാവ അങ്ങോട്ട് വരും. അതോടെ അത് തീരുമാനമായി. ഇതാണ് നമ്മുടെ കാരുണ്യം. എന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട പോരും ചെയ്യും. നമുക്ക് എത്ര കാലം എന്തെങ്കിലും ഒരു ഉണ്ടയ്യോ ഇല്ല. പണിയെടുത്ത കാലത്തൊക്കെ പണി കഴിഞ്ഞാലോ ലോകം അത്രയും നമ്മളൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിപ്പോ എവിടെ വേണമെങ്കിലും കൂട്ടിക്കോളൂ. പരിചയമുള്ളൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനവൻ്റെ പരിചയത്തിനനുസരിച്ചൊക്കെ കൂട്ടണ ഒരു വിരോധവും ഇല്ല. മനസ്സിലാവില്ലേ? അത്രയും. അപ്പൊ മനുഷ്യന്മാരെ സേവിച്ചാൽ ഇത്രയേ ഉള്ളൂ. സേവിക്കുക, ആരെ സേവിക്കണം? ഭഗവാനെ സേവിക്കണം. ഭഗവാനെ സേവിച്ചാൽ അത് അവിടെ ഉണ്ടാവും. ബാങ്കിലിട്ട മാതിരിയാ പണ്ട്. ഇപ്പൊ ബാങ്കിലിട്ട ഉണ്ടാവില്ല കേട്ടോ. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും 500 ഉറുപ്പ്യ ഇട്ടാൽ നമുക്ക് 60 വയസ്സാകുമ്പോഴേക്ക് അത് ചിലപ്പോൾ ഒരു 5 ലക്ഷമൊക്കെ ആയിന്നൊക്കെ വരും. ഇപ്പൊ 500 ഇട്ടാൽ നമ്മൾ ബാങ്കുകാരൻ വിളിക്കും, ഇവിടെ വാടോ നീ ഇതിട്ട് എവിടേക്കാ പോയത്, ഇത് തീർന്നു.
അവർക്ക് തികയില്ല. അണ്ടറിൽ ശരിയല്ലേ ഇത്? ഇപ്പം നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം ഇടയ്ക്ക്, അവിടെ പാകത്തിനില്ലെങ്കിൽ അവൻ തോണ്ടിക്കൊണ്ടിരിക്കുക. ബാങ്കിലൊക്കെ ഇടുമ്പോൾ പേടിയാണ്. പണ്ടങ്ങനെയല്ല, എന്ത് കൊണ്ടുപോയി അവിടെ ഇട്ടാലും ഇനിയിപ്പോൾ പണ്ടൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുപോയി ഇട്ടതിന് 500 രൂപ കൊണ്ടുപോയിട്ട് മുള്ള വടക്കര 2000 കൊണ്ടുപോയിട്ട് ഇനി ഇത് അടിക്ക് പോകുമെന്ന്. ഇത് മുകളിലൊക്കെ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ സാധനം കൊണ്ടുപോയിടുമ്പോൾ നമ്മുടെ 500 രൂപ അടിക്ക് പോകും. അങ്ങനെയൊന്നും പേടിക്കേണ്ട, അത് പൊന്തി വരും നമ്മൾ വരുമ്പോൾ. ശരിയല്ലേ ഇത്? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്കിലിട്ടത് നശിച്ചു പോയില്ല എന്ന് പണ്ട് പറയണ മാതിരിയായിരുന്നു എന്ത്, ഈ ഭഗവാനെ സേവിച്ചാൽ അത് അവിടെ ഉണ്ടാവും, എവിടേക്കും പോവില്ല. ഒരു കാലത്തും സ്നേഹാഭിക്രമ നാശോസ്തി പ്രത്യവായോന്ന് വിന്തതേ. അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ നശിച്ചു പോകണം എന്നുള്ള ഏർപ്പാടില്ല, അത് അവിടെ ഉണ്ടാവും, ഒരു കാലത്തും പോവില്ല. അവൻ സ്വല്പമപ്യസ്യ ധർമ്മസ്യ, ലേശാണെങ്കിലും അത് അവിടെ ഉണ്ടാവും, പോവില്ല. രക്ഷയ്ക്ക് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ മാതിരിയ. അങ്ങനെ ഈ ഉണ്ണി തീരുമാനിച്ചിറങ്ങിയില്ലെന്ന് ഇറങ്ങി, അങ്ങനെ നാടും വീടും പാടും പറമ്പും ഒക്കെ കഴിഞ്ഞ് കുന്നും മലകൾ ഇറങ്ങി, പുഴ കടന്നു, നോട് കടന്നു, അങ്ങനെ പോന്ന് എവിടെ എത്തി? ഒരു കാട്ടിലെത്തിയിട്ട് അവിടെ പുഴയിൽ മുങ്ങി കുളിച്ച ആൽമരത്തിന്റെ ചുവട്ടിൽ കയറി ഗംഭീരമായിട്ട് അങ്ങനെ തപസ് ചെയ്തു. എങ്ങനെയുള്ള കാട്ടില്? തസ്മിൻ നിർമ്മനുജേരണ്യേ പിപ്പലോപസ്ഥ ആസ്ഥിത ആത്മനാത്മാനമാത്മസ്ഥം യഥാശ്രുതം അചിന്തയം. ഇതപ്പം ഉണ്ടായത് ആ ഗുരുനാഥന്മാരെ തന്നെ ഈശ്വര സ്വരൂപല്ലേ, അതിനെ ഹൃദയത്തിൽ നല്ലോണം ഉറപ്പിച്ചങ്ങോട്ട് ധ്യാനിച്ച തപസ് ചെയ്ത്. ഈ ചെറിയ ഉണ്ണി, 4-5 വയസ്സുള്ള ഉണ്ണി അങ്ങോട്ട് തപസ് ചെയ്തു. തപസ് ചെയ്ത് കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് ഒന്നും പറയണ്ട. ഭഗവാനെ ഉപാസിച്ച എങ്ങനെയും ഉണ്ടാവും അതിന് മിടുക്കെ. അത് ധ്യായത ചരണാംഭോജം ഭാവനിർജിത ചേതസ ഔത്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദ്യാസീന്മേ ശനൈ ഹരി. ഭഗവാൻ ശ്രീഹരി ആ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രകാശിച്ചു. ആരുടെ? ആ കുമാരന്റെ. ഒന്നും പറയണ്ട സന്തോഷം. എന്താല്ലേ ഭഗവാൻ ഉള്ളിൽ വന്നപ്പോ എന്താണ്ടായി എന്നറിയോ? ഇപ്പൊ എങ്ങനെയത് പറയുക? വേദവ്യാസരോട് അതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നാരദ മഹർഷി അങ്ങോട്ട് വിഷമിക്കണേ. നാരദര് പറഞ്ഞു, പ്രേമാതിഭര നിർഭിന്ന പുളകാങ്കോതി നിർവൃത ആനന്ദ സംപ്ലവേ ലീനോ നാവശ്യമു ഭയം മുനേ. ഇതെന്തർത്ഥം? പ്രേമാതിഭര നിർഭിന്ന പുളകാംഗ. ഭഗവത് പ്രേമത്തിന്റെ ആ ലഹരി ഉണ്ടല്ലോ, അതിലങ്ങോട്ട് പുളകാങ്കൻ രോമാഞ്ചം അങ്ങോട്ട് പുറപ്പെട്ടിട്ട്, ഈ രോമാഞ്ചമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഉള്ളിൽ തട്ടിയാൽ എന്ത് വരുള്ളൂ? നമുക്ക് ഉള്ളിൽ തട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പം രോമാഞ്ചം വരും ഇല്ലേ? സന്തോഷമൊക്കെ ഉണ്ടായി ഉള്ളിൽ ഹൃദയത്തിൽ തൊട്ട സന്തോഷമാണെങ്കിൽ എന്ത് വരും? രോമാഞ്ചം ഉണ്ടാവും. ഹൃദയത്തിൽ തൊട്ട് സങ്കടം വന്നാലും രോമാഞ്ചം ഉണ്ടാവും. അങ്ങനെയുണ്ട്. ഉള്ളി തട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ ഹൃദയത്തില് ഭഗവാന്റെ സ്വരൂപം കണ്ട് പ്രകാശിച്ചപ്പോ ഒന്നും പറയണ്ട. എങ്ങനെയപ്പോ ഇത് പറയും? ആ ആനന്ദ സംപ്ലവേ, ആനന്ദത്തിന്റെ ആ വേലിയേറ്റത്തിൽ, ആ വെള്ളപ്പൊക്കത്തിൽ ലീന ലയിച്ചു പോയി. ഞാൻ മുങ്ങിപ്പോയി, ലയിച്ചു ചേർന്ന അലിഞ്ഞില്ലാണ്ട്. പഞ്ചസാര വെള്ളത്തിൽ വീണ എന്താ ഉണ്ടാവുക? അലിഞ്ഞു പോയി. വെള്ളം ഏതാ പഞ്ചസാര ഏതാന്ന് മനസ്സിലാവുമോ? ഉപ്പ് വെള്ളത്തിലിട്ടാലും ഉപ്പ് ഏതാ വെള്ളം ഏതാന്ന് മനസ്സിലാവില്ല. അലിഞ്ഞു ചേർന്ന് ഒന്നാവില്ലേ എന്ന് പറഞ്ഞ മാതിരി ഭഗവാന്റെ മഹിമയിൽ ഞാൻ അലിഞ്ഞങ്ങോട്ട് ചേർന്നു. ഏതുപോലെ നാപശ്യം ഉഭയം മുനേ. രണ്ടും കണ്ടില്ല എന്ന്. എന്താ രണ്ടും കണ്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം? രണ്ട് കണ്ടില്ല എന്താർത്ഥം? ഭഗവാൻ ഇന്ന് വേറെയും കണ്ടില്ല, എന്നെ ഞാൻ വേറെയും കണ്ടില്ല. ഏകമായ ഭാവത്തിൽ സർവത്ര സകലതും ഈശ്വരമയമായിട്ട് കണ്ടു. എന്താ ഈ രണ്ടും കണ്ടില്ല എന്നുള്ള ആ പ്രയോഗം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊക്കെ 2, 5, 8, 10, 15, 25 കാണുന്നവരുണ്ട്. അപ്പോൾ ഒന്നും പറയണ്ട. പണ്ടൊരുത്തും ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. അപ്പൊ മുറിയിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഡോക്ടർ ആ മുറിയിൽ ഇരിക്കണ്ട, പരിശോധിക്കണ മുറിയിൽ അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവിടെ ഇരിക്കണ്ട. അപ്പൊ ഈ രോഗിയായുള്ള ആള് വന്നു. ഡോക്ടർ ചോദിച്ചു, എന്താവോ വയ്യായ ചോദിച്ചപ്പോൾ വന്നയാള് പറഞ്ഞു, ഡോക്ടറെയൊക്കെ ഒന്നിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ 2ആയിട്ട് കാണുള്ള വയ്യായ എന്നും പറഞ്ഞു. അത് വല്ലാത്ത സൂക്കടാണ്. ഒന്നുമേക്ക് നോക്കുമ്പോൾ 2ആയിട്ട് കണ്ട ബുദ്ധിമുട്ടാവില്ലേ? ഒന്നുമേക്ക് നോക്കുമ്പോൾ 2ആയിട്ട് കണ്ണ വയ്യായാണെന്നും പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, ഈ നിസ്സാര കാര്യം പറയാൻ 10-25 ആള് തള്ളി കയറി വന്നത് ചോദിച്ചു. അപ്പൊ ഈ രോഗിയെ നോക്കിയപ്പോ താൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോഴാ രോഗിക്ക് മനസ്സിലായത് ഡോക്ടറൊക്കെ ഒന്നുമേക്ക് നോക്കുമ്പോൾ 25ആയിട്ടാണ് കാണുന്നത്. അയാളുടെ അടുത്താ 2 തീർക്കാൻ പോയത്. എങ്ങനെയുണ്ടാവും ലോകം? എങ്ങനെയാ? എല്ലാം നമ്മളോ ദ്വന്ദ്വദൃഷ്ടി. ഈ ദ്വന്ദ്വദൃഷ്ടി തീർക്കാൻ ചെല്ലണതോ 25 ദൃഷ്ടിയുടെ അടുത്തേക്ക്. എങ്ങനെയുണ്ട്? നാനാവിധ കാഴ്ച എന്നാ പറഞ്ഞത്. അങ്ങനെ നാനാവിധമായ പ്രപഞ്ചത്തില്
ഏകമായ ഈശ്വരതത്വത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്നാ പറഞ്ഞതേ. അങ്ങനെ ആ ഈശ്വര സ്വരൂപത്തെ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കുറെ കാലം അങ്ങനെ ഉണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ സ്വരൂപം എന്താ ഉണ്ടായി എന്നറിയോ? ഭഗവാന്റെ സ്വരൂപം ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് കാണാണ്ടേ, അത് കാണാണ്ടേ അങ്ങോട്ട് പോയപ്പോൾ ഇനി എന്താ നിശ്ചല്യാണ്ട വല്ലാതെ വിഷമിച്ചു. ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ തൊഴുത് ഭഗവാന്റെ ഹൃദയം ഭഗവത് സ്വരൂപ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിച്ചിരിക്കെ പെട്ടെന്ന് പോയപ്പോ ഒരു വേദന, ഒരു സങ്കടം ആർക്ക് അദ്ദേഹത്തിന്. ഒരു 2 ദിവസം എവിടെയും വെക്കണം നന്ന് തോന്നണില്ലേ? ഇതപ്പൊ ചെയ്യാം, നോക്കിക്കോളൂ. അപ്പൊ പറയുകയും ചെയ്തു, ഈ ഭഗവത് സ്വരൂപം ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് കാണണ്ടേ. ഇപ്പം എന്താ വേണ്ടത്? നിശ്ചല്യാണ്ട് അദ്ദേഹം കുറേ കാണാത്തതാണെങ്കിൽ കുഴപ്പമില്ല, കണ്ട് ഉറച്ചത് പെട്ടെന്ന് ആ ആനന്ദത്തിൽ ലയിച്ചിരിക്കുകയാണല്ലോ കാണണ്ടേത്. അപ്പോൾ എന്താണ്ടായത്? അവിടെ പറയും, എന്താ ഇപ്പൊ പറയുക, അദ്ദേഹം കുറേ നോക്കി രണ്ടാമത് കാണാനായിട്ട്. പല ജാതിയിൽ നോക്കി, എന്നിട്ട് പല പ്രകാരത്തിൽ ഉത്സാഹിച്ചു, എന്നിട്ടൊന്നും ആ സ്വരൂപം പിന്നെയും കാണാൻ പറ്റിയില്ല. ഒടുക്ക അദ്ദേഹം എന്താ ചെയ്തു വെച്ചോ, എന്താ ഇനിയിപ്പോ ചെയ്യുക, ഭഗവാന്റെ സ്വരൂപം ഇനി കാണാൻ പറ്റില്ലേ എന്നൊരു വിഷമം വന്നപ്പം അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഒരു അശരീരവാക്ക് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു. അശരീരവാക്ക് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ എന്താ അശരീരവാക്ക്? ശരീരമില്ലാത്ത വർത്തമാനം. നമുക്ക് ശരീരം ഉണ്ടായാലേ വർത്തമാനം വരുള്ളൂ. ഒരാൾ മിണ്ടിയാലല്ലേ നമ്മൾ കേട്ടുള്ളത്, ആളില്ലാത്ത വർത്തമാനാ കേട്ടത്. എന്താ വർത്തമാനം എന്നറിയൂ? ഈ ജന്മത്തില് അങ്ങക്ക് ഇനി കാണാൻ സാധിക്കില്ല. എന്താ കാരണം? അതാ പറഞ്ഞ അവിപക്വ കഷായാമാം ദുർദരിശോഹം കുയോഗിനം. നല്ലോണം ആ കലിമല കന്മഷം അങ്ങോട്ട് തീർന്നാലേ അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് ആശ്വസിപ്പിച്ചൊരു വാക്ക് പറയുകയും ചെയ്തു. എന്താ? സകൃല്യൽ ദർശിതം രൂപം ഏതൽ കാമായത്തെ അനഘ. ഞാൻ ഒരിക്കൽ എൻ്റെ രൂപം അങ്ങേക്ക് കാണിച്ചു തന്നത് എന്തിനാണെന്നറിയോ? അതിലൊരു മോഹം തോന്നാനാണ്. ഒരിക്കൽ കണ്ടതല്ലേ രണ്ടാമത് കാണാൻ നമുക്ക് തോന്നുള്ളൂ. തീരെ കാണാത്തൊരു വസ്തു കാണാൻ നമുക്ക് തോന്നില്ല. ഒരിക്കലും കാണാത്ത ഒരാളെ ഒന്ന് കണ്ടാൽ തരക്കേടില്ല എന്ന് ആർക്കെങ്കിലും മോഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല. മുമ്പ് കണ്ട് പരിചയപ്പെടേ, അല്ലെങ്കിൽ മുമ്പ് കണ്ട് സ്നേഹത്തിൽ ഇരിക്കുക ചെയ്ത ആളോ, പരിചയക്കാരെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെയൊക്കെ വീണ്ടും നമുക്ക് കാണാൻ തോന്നും. ശരിയല്ലേ? ഇത് എന്താ കാരണം? മുമ്പ് കണ്ടതുകൊണ്ടാണ്. ഒരിക്കൽ കഴിച്ചതല്ലേ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുള്ളൂ. ഇതുവരെ കഴിക്കാത്തൊരു പലഹാരം കഴിക്കാൻ തോന്നുന്നു. അമേരിക്കയിലെ മറ്റേ പലഹാരം കിട്ടിയില്ലേ നമ്മളാരും സങ്കടപ്പെടാറില്ല. എന്താ കാരണം? നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ശരിയല്ലേ? ഇത് അതെന്താ കാരണം? അതാണ്. അപ്പൊ ഭഗവത് സ്വരൂപം ഒരിക്കലും ഹൃദയത്തിൽ ഞാൻ പ്രകാശിപ്പിച്ച് തന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് വീണ്ടും അതിനോടൊരു താല്പര്യം തോന്നാനാണ്. സകൃത്ത് എന്ന് പറഞ്ഞ ഒരിക്കൽ ദർശിതം രൂപം, എന്റെ രൂപം അങ്ങേക്ക് പ്രകാശിപ്പിച്ച് തന്നത് ഏതൽ കാമായ വെച്ചാൽ മോഹം തോന്നട്ടെ നിരീച്ചത്താണ്. അതിനോടൊരു മോഹം, ഒരു അടുപ്പം, ഒരു ആസക്തി തോന്നാനാണ് കാണിച്ചെന്നത് എന്നും പറഞ്ഞു. അതില്ലെങ്കിൽ ഒരിക്കൽ കണ്ടത് അനുഭവിച്ചതല്ലേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ, അല്ലാതെ തോന്നുന്നു. പണ്ട് ഒരുത്തനോട് ചോദിച്ചോടോ, എനിക്ക് കുറച്ച് പാൽപ്പായസം തരട്ടെ എന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വൃത്തികെട്ടതൊന്നും കഴിക്കാറില്ല, പഴങ്കഞ്ഞി മാത്രമേ കഴിക്കാറുള്ളൂ. പാൽപ്പായസക്കാരന് ദേഷ്യം വന്നു. ഇവൻ പഴങ്കഞ്ഞിയെ കൊണ്ടാടുന്നത്. നമ്മള് എന്തല്ലായ ദേഷ്യം വന്നു. പാൽപ്പായസക്കാരൻ എന്ത് ചെയ്തു? ഈ പഴങ്കഞ്ഞിക്കാരനെ മലർത്തി അങ്ങോട്ട് കടത്തിയിട്ട് ഇവന്റെ വായിലൊരു വടി അങ്ങോട്ട് തിരിഞ്ഞ് കടിക്കാണ്ടിരിക്കാനേ വടി തിരിഞ്ഞിട്ട് ഒരു പാള എടുത്തിട്ട് കോട്ടി, പാള എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുക, പാള എടുത്ത് അങ്ങോട്ട് കോട്ടി വളച്ചിട്ട് പാൽപ്പായസം അങ്ങോട്ട് പോയി വായക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇവൻ എന്തേ ചെയ്തു വെച്ചാൽ പാൽപ്പായസവും പാളയും വടിയും ഒക്കെ കൂട്ടി അങ്ങോട്ട് മെഴുകി. വേറെ വെക്കാൻ പറ്റിയില്ല ധൃതി കൊണ്ട്. ഇപ്പൊ എന്നിട്ട് അന്വേഷിച്ച് നടക്കുക. എന്ത്? പാളയോ വടിയോ? മെഴുങ്ങാനെല്ലാം മെഴുങ്ങിയതാ. പക്ഷെ അന്വേഷിക്കുന്നത് എന്താണ്? പാൽപ്പായസം. കണ്ടോ? അപ്പൊ ഇപ്പൊ അന്വേഷിച്ച് നടക്കാൻ കാരണം എന്താ? കേമായത് പഴങ്കഞ്ഞി എന്ന് വിചാരിച്ചാൽ പാൽപ്പായസം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് കേമെന്ന്. അപ്പൊ ഒരിക്കൽ അനുഭവിച്ചാലേ വീണ്ടും അനുഭവിക്കാൻ തോന്നിച്ചോ. ഇപ്പൊ നമ്മളിപ്പോ വിളിച്ചാൽ പടയ്ക്ക് പോരാൻ കാരണം എന്താ? വേഗം ബസ് കിട്ടിയതുകൊണ്ട്. നല്ല കാര്യം. അതൊന്നുമല്ല. വേറെ ചിലർ വരാത്തതിന്റെ കാരണം എന്താ? നമുക്ക് എവിടെയോ ലേശം പൊട്ടും പൊടിയൊക്കെ പണ്ട് അവിടെ ഇവിടെയൊക്കെ അപ്പോഴൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പൊ അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഇനി ഇതിലേറെ കിട്ടുമോ എന്ന് അറിയാൻ നമ്മളിങ്ങനെ തെരഞ്ഞു നടക്കുക. അപ്പൊ അങ്ങനെ എവിടെ എത്തിയത്? എവിടെ? ശരിയല്ലേ? ഇത് അതാണ്. അപ്പൊ ലേശ അനുഭവം കുറേശ്ശൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെയൊക്കെ പുറപ്പെടുന്നത്. എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുമാരൻ എന്ത് ചെയ്തു? ഏതായാലും ഭഗവാന്റെ മഹിമ ഇനി ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത് ഈ ജന്മത്തില്. അങ്ങനെയാ കുമാരൻ തന്മഹദ്ഭൂതം നഭോലിംഗം നമുക്ക് അലിംഗം. ആ ഭഗവാന്റെ ആ സ്വരൂപം അല്ലെങ്കിൽ ആ ശരീരവാണി അപ്രത്യക്ഷാവും ചെയ്തു. അപ്രത്യക്ഷമായപ്പോ ഈ കുമാരൻ വ്യസനിച്ചില്ല, വിഷമിച്ചില്ല, പരിഭ്രമിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. അതെന്താ ചെയ്തു വെച്ചാൽ അദ്ദേഹം അങ്ങനെ നടന്നു ലോകം മുഴുവൻ സഞ്ചരിച്ചു. എങ്ങനെ സഞ്ചരിച്ചു? നാമാനി അനന്തസ്യ ഹതത്രവ പഠൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ പറഞ്ഞത്? നാമാനി അനന്തസ്യ ഹതത്രവ പഠൻ. ഭഗവാന്റെ നാമങ്ങള്
നാണമില്ലാണ്ട് ചൊല്ലിയിട്ട് നടന്നു എന്നാണ്. എന്തില്ലാതെ? നാണം കൂടാതെ നാമം ചൊല്ലി നടന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ നാട്ടിലൊക്കെ നാമം ചെല്ലുമ്പോഴാണ് നാണം. വേറെ എന്ത് നാവുകൊണ്ട് പറയാനും നാണം അത്രയ്ക്കില്ല. ശരിയല്ലേ? ഇത് നാമം ജപിക്കുമ്പോൾ വലിയ നാണ, അല്ലാത്തതിനൊന്നും ഒരു എന്ത് വേണ്ടാത്തത് പറയാനും നാവുകൊണ്ട് പറയാൻ ഒരു വിഷമമില്ലേ. ശ്രദ്ധിക്കാനാട്ടോ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അതായത് നാമം ജപിക്കുമ്പം നാണം തോന്നണില്ല എന്ന് കൂട്ടിക്കോളൂ. നമുക്ക് നാമം ജപിക്കുമ്പോൾ എവിടെ നിന്ന് ജപിക്കും നമുക്കൊരു നാണവും ഇല്ല എന്നുണ്ടെങ്കിൽ കൂട്ടിക്കോളൂ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മളിങ്ങനെ നന്നായി നന്നായി വരുന്നുണ്ടെന്ന്, പണ്ടത്തേനേക്കാളും നേരെയാവുന്നുണ്ടെന്ന്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നാമം ജപിക്കുമ്പം നാണം തോന്നണില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കുറേശ്ശെ നന്നായി വരണുണ്ടെന്ന്. എന്നാ ഇനി നാമം ജപിക്കുമ്പം നാണം തോന്നുന്നുണ്ടോ ആ കൂട്ടിക്കോളൂ. ഇത് അടുത്ത കാലത്തൊന്നും നേരെയാവില്ല. തീരുമാനമായില്ലേ? അപ്പൊ അത് തീരുമാനമാക്കാൻ നാമനം തീരുമാനിച്ചാൽ മതി. നമുക്ക് തന്നെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പൊ ഇവിടെ നാമം അവൻ വേണ്ട നാമം ജപിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ചു. കുറെ കാലം കഴിഞ്ഞ് പ്രാരബ്ധമൊക്കെ തീർന്ന് ദേഹം പതിച്ചു. ആ ദേഹം പതിച്ചപ്പം ആ ജീവൻ ബ്രഹ്മാവിന്റെ നാസാരന്ധ്ര മൂക്കിന്റെ ദ്വാരത്തിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചു. അടുത്ത കൽപ്പത്തിൽ സൃഷ്ടി ഉണ്ടായ സമയത്ത് ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് നാരദര എന്ന പേരിൽ ആരാവതരിച്ചു? ഈ ഉണ്ണി. നോക്കൂ, ശൂദ്രബാലൻ പാരായി നാരദ മഹർഷി. അദ്ദേഹം എങ്ങനെയാ? വൈകുണ്ഠത്തിലെ, കൈലാസത്തിലെ, സത്യലോകത്തിലെ, ഭൂമിയിലെ, പാതാളത്തിലെ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? നടക്കാം. എങ്ങനെ? അന്തർബഹിംശ്ച ലോകാം സ്ത്രീൻ പര്യേമി അസ്കന്ദിതവ്രത. അദ്ദേഹത്തിന് ഏത് ലോകത്തും തടസ്സമില്ലാണ്ട് നടക്കാൻ ഒരു വിഷമവും ഇല്ലേ. ഏതുപോലെ? അനുഗ്രഹാൽ മഹാവിഷ്ണോ അവിഘാതഗതി ക്വചിൽ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദിക്കിലും ഗതിഭംഗം. ഗതിച്ചാൽ തടസ്സം. ഗതിഭംഗം യാത്രയ്ക്ക് തടസ്സം. അദ്ദേഹത്തിന്റെ ജീവിത വഴിക്ക് ഒരു മുട്ട ഒരു ദിക്കിലും ഉണ്ടായില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയൂ? നമുക്കൊക്കെ എവിടേക്കെങ്കിൽ ഇറങ്ങുമ്പോഴേക്ക് അപ്പോഴേക്ക് തടസ്സമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് നമ്മളിങ്ങോട്ട് പൂമുഖത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പടിപ്പരയൊക്കെ അങ്ങോട്ട് കടന്ന് പടിപ്പരയിൽ നിന്ന് പടി അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു കറുത്ത പൂച്ച ധൃതിയിൽ അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോയി. അപ്പുറത്തേക്ക് വിലങ്ങനെ അങ്ങോട്ട് ഓടിപ്പോയി. നമ്മൾ എന്ത് മനസ്സിലാക്കും? എന്താ മനസ്സിലാക്കേണ്ടത്? പൂച്ചയ്ക്ക് നമ്മളെക്കാളും ധൃതി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് മനസ്സിലായത് അതല്ല. പൂച്ചയ്ക്ക് നമ്മളെക്കാളും ധൃതി ഉണ്ടായതുകൊണ്ടല്ലോ ഓടിപ്പോയി. നമ്മൾ നടന്നു പോകേണ്ട അത്ര ധൃതി ഇല്ലാത്തതുകൊണ്ടല്ലേ. പക്ഷെ നമ്മളപ്പോഴേക്ക് കാര്യമൊക്കെ പെശകായി എന്ന് പറഞ്ഞ് വന്ന് അപ്പൊ പറഞ്ഞതിന്റെ അടുത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തടസ്സം ഉണ്ടാവുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അനുഗ്രഹത്തിന്റെ കുറവാണ്. അദ്ദേഹത്തിന് തടസ്സം ഇല്ലാണ്ടിരിക്കാൻ കാരണം അനുഗ്രഹം നല്ലോണം ഉണ്ടായതുകൊണ്ടെന്നാ പറഞ്ഞു. അങ്ങനെ ആ വീണ ദേവദത്താമിമം, ആ ദേവദത്തം എന്ന പേരായ വീണയുണ്ട്. ആരുടെയാണ്? അദ്ദേഹത്തിന്റെ വീണയാണ്, വിശേഷപ്പെട്ട വീണയാണ്, ഭഗവാൻ കൊടുത്ത വീണയാണ്. ആ വീണയില് അങ്ങനെ നാരായണനാമം ജപിച്ച് പാടി കീർത്തിച്ച് ലോകം മുഴുവൻ നടക്കണം. ചോദിച്ചു വേദവ്യാസരെ, അങ്ങനെ ഒന്ന് നോക്കൂ, ശൂദ്രബാലന്റെ നിലയെന്ന് ഞാൻ എവിടെ എത്തി? ദേവഋഷിയുടെ നിലയിലെത്തിയത് എങ്ങനെയാ? ഭഗവാനെ ഭജിച്ച് സജ്ജനങ്ങളായ മഹർഷിമാരെ സേവിച്ചു. സത്സംഗം ഉണ്ടായി എനിക്ക്. ആ സത്സംഗം കൊണ്ട് എന്തുണ്ടായി? ഈശ്വര വിചാരം ഉണ്ടായി. ഈശ്വര വിചാരം കൊണ്ട് എന്തുണ്ടായി? ഈശ്വരോപാസന ചെയ്തു, നന്മയുണ്ടായി. അങ്ങനെയാ ഞാൻ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് വേദവ്യാസരെ അങ്ങ് പരിഭ്രമിക്കണ്ട, അങ്ങയ്ക്കും ഈ നിലയിലെത്താൻ ഒരു വിഷമവും ഇല്ല. ശ്രദ്ധിച്ചില്ലേ? അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നോക്കൂ, ശൂദ്രബാലൻ ദേവഋഷിയായത് എങ്ങനെയെന്നാ പറഞ്ഞത്? അതാണ് അതിൽ കാര്യം. ശൂദ്രബാലൻ ദേവഋഷി ചെയ്ത് ഋഷീശ്വരന്മാരെ, ഭഗവത് ഭക്തന്മാരായ മഹർഷിമാരെ സേവിച്ചു. അതിന്റെ പേരാണ് സത്സംഗം. എന്താണ്? സത്സംഗം ഉണ്ടായി. സത്സംഗം കൊണ്ട് എന്തുണ്ടായി? ഈശ്വര വിചാരം ഉണ്ടായി. ഈശ്വര വിചാരം കൊണ്ട് ഈശ്വരോപാസന ചെയ്തു. ഈശ്വരോപാസനയുടെ എവിടെ എത്തി? ഭഗവാന്റെ അടുത്തെത്തി. അപ്പൊ നേരെയാവണമെങ്കിൽ എന്ത് വേണം? ഞാൻ പറഞ്ഞോളൂ, നേരെയാവാനുള്ള വിദ്യ പറഞ്ഞത്. കഥയിട്ടാ പറഞ്ഞത്. നമ്മളെ കഥയെ പറഞ്ഞുള്ളൂ. പക്ഷെ കഥയെന്ന് ലേശം കഥയില്ലെങ്കിൽ നമ്മൾ കഥയിലേണ്ടി പോകും. അപ്പൊ നേരെയാവണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്കൊരു കഥയില്ല, ഒരു സമ്പ്രദായമില്ല, ആളായിക്കോട്ടെ, വിഷമിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യണം? സജ്ജനങ്ങളെ ചെന്ന് സേവിക്കുക. സജ്ജനങ്ങളെ സേവിക്കുമ്പോൾ അവര് നമുക്ക് വെളിച്ചം തരും. ആ വെളിച്ചം കൊണ്ട് എന്തുണ്ടാവും? ഭഗവത് ഭക്തി ഉണ്ടാവും. ആ ഭക്തി കൊണ്ട് ഭജിക്കണം. ഭജിക്കുമ്പോൾ എവിടെ എത്തും? ഭഗവാന്റെ അടുത്തെത്തും. നമ്മൾ കഷ്ടത്തിലായിട്ട് ഇങ്ങനെ നടക്കും. എന്ത് ചെയ്യണം? ആരെങ്കിലും നല്ല 10 കാശുള്ളവൻ്റെ അടുത്ത് ചെന്ന് ആശ്രയിക്കണം. അദ്ദേഹം അഴിയരി തരും. നമ്മൾ എന്ത് ചെയ്യണം? അരിയുടെ സഞ്ചി തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങണം. നേരെയാവൂ? ഇല്ല. അദ്ദേഹം നാഴിയരി തന്ന് കൊണ്ടുവന്ന് കഴിക്കുക, അടുപ്പത്തിട്ട് വേവിച്ച് ചോറ് വെച്ച് ഉണ്ണണം. അത് മറ്റേ വേവിച്ച് കഴിപ്പിക്കാൻ തരുമോ? അദ്ദേഹം എന്ത് തന്നു? ബാക്കി നമ്മൾ ചെയ്യണ്ടേ? ഋഷിമാര് എന്ത് കൊടുത്തു? സത്സംഗം കൊണ്ട് ഐശ്വര്യത കൊടുത്തു. ഈശ്വര്യതയെ ഉപാസിച്ചാര് വളർത്തി? കുമാരൻ വലിയ യോഗ്യതയിലെത്തി.
പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഭാഗവതം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കേട്ടൊരു കഥയാണ്. ആരുടെ കഥ? നാരദ മഹർഷിയുടെ ഈ കഥ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കഥയത്. ശ്രദ്ധിച്ചില്ലേ? എന്താ ഈ കഥയുടെ പ്രത്യേകത? ശൂദ്രബാലൻ ദേവഋഷിയായ കഥ പറഞ്ഞിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത്. ആര്? ശൂദ്രബാലൻ ദേവഋഷിയായ കഥ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശൂദ്രബാലൻ ദേവഋഷിയായി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശൂദ്രബാലൻ ദേവഋഷിയായി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തോന്നും, ഇവിടെയൊക്കെ ഇപ്പൊ സാധാരണഗതിയിൽ തോന്നും നമ്മളൊക്കെ ഇപ്പം നേരെയാവില്ല, നമ്മളൊന്നും നേരെയാവില്ല എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഏത് താഴ്ന്ന നിലയിലിരിക്കണവനാണെങ്കിലും നേരെയാവാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യണം? ഇതാണ് വഴി. എന്താണ്? എത്ര മോശമാണെന്നൊക്കെ തോന്നിയാൽ അങ്ങനെ മോശക്കാരൊന്നും ആരും ഇല്ല. നേരെയാവാനുള്ള വഴിയുണ്ട്. കുറച്ച് പണിയെടുക്കണം എന്നേ ഉള്ളൂ. എന്താ പണി? സജ്ജനങ്ങളെ ആശ്രയിക്കൂ ആദ്യം. എന്താ വേണ്ടത്? സജ്ജന സംസർഗം ചെയ്യൂ ആദ്യം. എന്നിട്ട് ഈശ്വര വിചാരം ഉണ്ടാക്കൂ, ഉപാസിക്കൂ. എവിടെ എത്തും? നന്മയിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. നല്ലോണം ഉത്സാഹിച്ചു. എല്ലാവർക്കും ഇവിടെ തുറന്ന വഴിയാണ് എന്ന് കാണിക്കാനാണ് ഈ കഥ പറഞ്ഞ് ഭാഗവതം തുടങ്ങിയത്.